വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. കരങ്ങളിലിരിക്കുക. അന്മയാണ് ദേവവസനം இந்த വെളിപ്പാട് ദീർഘദർശിயின் കടിതം അധികാരം 1 വസനത്തെ വാസിക്കരുത് 3. വെളിപ്പാട് 1:3 വായിച്ച് സഹായിക്കാം മക്കളെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമടുത്തിരിക്കുന്നു. ശ്രദ്ധയോടെ ഒരിക്കൽ കൂടി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരിക്കൽ കൂടി ദൈവസന്ധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. അപ്പച്ചി വലിയ വീട് തന്നിട്ടല്ല, കാറ് തന്നിട്ടല്ല. 2024 കണ്ടവർ 25 കണ്ടില്ല. 25 ജനുവരി കണ്ടവർ സെപ്റ്റംബർ മാസം 3-ാമത്തെ ആഴ്ച കാണാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ കണ്ണിനെ കണ്ണുനീരിൻ്റെ കാലിന് വീഴ്ച പ്രാണന മരണത്തിന് വിടുവിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ സ്വന്തം ഭാര്യയുടെ ആങ്ങളെ കാനഡയ്ക്ക് വണ്ടി കയറ്റിയിട്ട് ഏറ്റവും നല്ല പുതിയ വാഹനമായ ടാർ, അതിനകത്ത് 4:30-5 മണിക്ക് വീട്ടിലേക്ക് മടങ്ങുവാൻ 20 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഓച്ചിറയുടെ മണ്ണിനകത്ത് ഒരു ചെറുപ്പക്കാരൻ കുടുംബമായി KSRTCയിൽ ഇടിച്ചു കയറി റോഡിൽ ചിതറിത്തെറിച്ചു 3 മൃതദേഹങ്ങൾ. ചെറുപ്പക്കാരനും മകനും മകളും ഭാര്യയും ഒരു കുഞ്ഞൻ രക്ഷപ്പെട്ടു. വന്നത് 3 ഡെഡ് ബോഡിയാ ഒരു വീട്ടിനകത്ത്. ഇന്ന് രാത്രി ഒരപകടം നിങ്ങൾക്ക് സംഭവിക്കാമായിരുന്നു. ഇന്ന് പകൽ സംഭവിച്ചത് കുന്നത്തുകാലിൽ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്തോ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തെങ്ങ് വീണ 2 കുഞ്ഞുങ്ങൾ ഈ കുന്നത്തുകാലിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഇന്ന് രാത്രി അപ്പച്ചാമ്മച്ചി ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നത് ദൈവത്തിന്റെ കൃപയാ. ഒരുപക്ഷെ നിനക്കും ഒരു അപകടം വരാമായിരുന്നു, ഒരാപത്ത് നിനക്ക് വരാമായിരുന്നു. അതിന്റെ നടുവിൽ നിന്റെ വാഹനങ്ങൾ പല പ്രാവശ്യം പിടിക്കാമായിരുന്നു. അതിന്റെ നടുവിലും എന്നെ കാത്തു പരിപാലിച്ച സർവശക്തനായ ദൈവം, സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുവാൻ. 2 അവർ പെന്തക്കോസ്ത് പെരുന്നാളിൽ അതിൽ പ്രാപിക്കുന്നു. 3 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുന്നു. കഴിഞ്ഞ 3.5 വർഷമായി ഒരുവനെ അവിടെ കൊണ്ടുവരുത്തുമായിരുന്നു. പക്ഷേ പള്ളി പ്രമാണിമാർക്കറിയാം യേശു ഇവിടെ വരുവൻ സൗഖ്യമാകും. 3.5 വർഷം ആ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് പോയി. മനസ്സിലാകുന്നവർക്കായി ഇനി അത്ഭുതം നടക്കത്തില്ലെന്ന് വിചാരിച്ചു. ആ ചെറുപ്പക്കാരൻ അവിടെ കൊണ്ടുവന്നു. പ്രാർത്ഥനാ സമയത്ത് പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടന്നുപോയി. അവന് രോഗസൗഖ്യമല്ല വേണ്ടത്. അവൻ പറഞ്ഞു, എനിക്ക് വല്ലതും തരണേ. പ്രാപിച്ച ദൈവശക്തി പ്രാപിച്ച ദൈവദാസന്മാർ കുഞ്ഞിന്റെ കയ്യിൽ കരം പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയില്ല, ഒന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വലിയ നാമം. ഇന്റെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് ഇറവ് ഇന്ന് രാത്രി ഊഴിയക്കാരുടെ കയ്യിൽ പൊന്നെ വെള്ളി കടയാതെ ഒന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വലിയ നാമം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആ കരം അവന്റെ കരത്തിൽ തൊട്ടപ്പോൾ അവന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ ശരീരം അനങ്ങുവാൻ തുടങ്ങി, അവൻ എഴുന്നേൽക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ നിന്റെ മുടന്തായ കാലുകൾ, കുരുടായ കണ്ണുകൾ, പാപത്തിന്റെ കുറ്റങ്ങൾ മാറ്റി അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ കടന്നതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ചാ, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവരിയിലെ അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പുറത്തിരുന്ന സക്കായിയുടെ വീട്ടിൽ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബം രക്ഷ പ്രാപിച്ചതുപോലെ കോട്ടൂക്കോണത്തെ കൺവെൻഷൻ മുഖാന്തരം ചില കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കാൻ, ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, ആത്മഹത്യ കൊതിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി നാഥന് വേണ്ടി കരമുയർത്തുവാൻ, അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തി രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. കടന്നു വന്ന കുഞ്ഞുങ്ങളെ കാക്കണം. അവരുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. കോട്ടൂക്കോണത്തെ സകല മക്കളും എൻ്റെ ദൈവത്താൽ കാക്കപ്പെടണം. പ്രിയ പിതാവേ, ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണമേ പിതാവേ. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രി ഉയരരുത്. ഈ രാത്രിയിലും
ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ആദ്യോടെന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. ഇന്ന് രാത്രി ദേശത്തിന് മഴ ആവശ്യം. അപ്പൊ 6 മുതൽ 10 വരെ ഒരു മഴയും കാറ്റും പെയ്യാതെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്വർഗത്തിന്റെ കൊട അങ്ങ് നിവർത്തുന്നതിനായി നന്ദി. ആദ്യോടെന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിക്കും യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിനകത്ത്. അതിനകത്ത് പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിന്റെ പ്രത്യേകത 5 ഭാഗങ്ങളാണ്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടി രേഖപ്പെടുത്തിയത്. 1 സുവിശേഷം, മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാൻ സുവിശേഷം. മത്തായി യേശുക്രിസ്തുവിന്റെ മശിഹാത്വവും, മർക്കോസ് യേശുക്രിസ്തുവിന്റെ ദാസത്വവും, ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും, യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും വെളിപ്പെടുത്തുന്നു. മക്കളെ, സുവിശേഷത്തിന്റെ കാലികമായ 5 പ്രസക്തികൾ: 1 യേശുക്രിസ്തുവിന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 നാഥന്റെ മരണം, 4 തിരുവെഴുത്തിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. എന്താ 5-ാമത്തെ സംഭവം? ആരും പറഞ്ഞില്ലെങ്കിൽ ലോകത്തിൽ സംഭവിക്കും. രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. അതിനുവേണ്ടിയാ ലോകം കാത്തിരിക്കുന്നത്. 2-ാമത്തെ ഭാഗം അപ്പോസ്തല പ്രവർത്തികൾ ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തി സഭയുടെ ചരിത്രം. 3-ാമത്തെ ഭാഗം തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ. അതിന്റെ പ്രത്യേകതയാ രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. റോമ, കോരിന്ത്യ, തെസ്സലോനിക്കർ, തിമത്തിയോസ്, എബ്രായർ, എഫേസ്യർ, കൊലോസിയർ, ഈ ഭാഗങ്ങളെല്ലാം ഏറ്റവും നിർണായകമായ തിരുസഭയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളെ കാണിക്കുന്നു. 4-ാം ഭാഗം ഈ ഉലകം അവസാനിക്കും, എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത, വരാനിരിക്കുന്ന നിത്യതയെ പറ്റി ലേഖകന്മാരിൽ കൂടി ചെറിയ ലേഖനങ്ങൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, പുറമെ തീത്തോസും ഫിലോമോനും യാക്കോബും യൂദ. അവസാനത്തെ എഴുത്തുകാരൻ യൂദ തിരുസഭയ്ക്ക് വേണ്ടി ഇങ്ങനെ എഴുതുന്നു: ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുക്ക് താൻ മേടയിൽ ഒക്കാരൻ അരുമയാണ് வாலிப கொழுவினார். இந்த நாள்களிலே உண்மையான பாடல் பாடுது പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യ ആകാശത്തിൽ വരും. താഴെ ഒരു ഭാഗമുണ്ട്: പകപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ജനമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, കത്തിക്കുത്ത്, കള്ളുകുടി, ഇതെല്ലാം നടക്കുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏകന് ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. അതിന്റെ താഴെ വീണ്ടും യൂദ, വരാനിരിക്കുന്ന കാലം വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. കോട്ടുകോണത്തും കുറ്റിക്കാടുമുള്ള ദൈവമക്കൾക്കറിയാം. 2019 കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ ഇവിടെ പെയ്തിറങ്ങുന്നു. ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഞെക്കിക്കൊണ്ടിരിക്കുന്ന കാലം. അന്യഗ്രഹത്തിലേക്ക് മനുഷ്യൻ കുടിയേറുന്ന കാലം. ആകാശഗംഗ ഗാലക്സിയിലേക്ക് മനുഷ്യൻ കുത്തുപിടിക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടത്ത് മനുഷ്യകുലത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നൊരു വൈറസ് ഇറങ്ങി. സോപ്പിന്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ്. 15 രൂപയുടെ ചെലവുള്ളവർ ലോകത്തിന്റെ താളഗതികളെ മാറ്റി. ലോക്ക്ഡൌണും ക്വാറന്റൈനും എല്ലാം മനുഷ്യനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. വിശുദ്ധ ബൈബിളിനകത്ത് ഈ ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 24-21 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് such a panic or pandemic situation not yet in rise the human kingdom watching a simultaneous pestilence all over the world in starting China, otherwise run to America, Ohio, the seashore, after the end is coming to Kanyakumari. തേങ്ങാപട്ടണം വരെ 15 രൂപയുടെ സോപ്പിന്റെ കുമിള കൊണ്ട് കഴുകികളയുന്ന വൈറസ് ലോകത്തിന്റെ താളഗതികളെ മാറ്റി. പലരും പറയുന്നു മാസ്കും സാനിറ്റൈസറും ഒക്കെ പോയി. വൈറസ് ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. അതിന്റെ പേരാ ചൈനയിൽ HMPV. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലും കേരളത്തിലും ജലത്തിൽ കൂടി വരുന്ന അമീബ, മസ്തിഷ്ക ജ്വരം, വെസ്റ്റ് നൈൽ പനി പുറകെ. അതിന് കഴിഞ്ഞ് എലിപ്പനിയിൽ മനുഷ്യൻ മരിക്കുന്നു. H1ഉം N1ഉം സിക്കയും വൈറസും എല്ലാം ആഞ്ഞടിക്കുന്നു. വരാൻ പോകുന്നു വെള്ളത്തിൽ കൂടി ഈ കോള. മനുഷ്യന്റെ കൗണ്ട് കുറയുന്ന ഷിഗല്ല, ക്രോമിയം, ബർലിയം, വൈറേഷ്യം, ഇതെല്ലാം അന്ത്യകാലത്തുണ്ടാവും. വലിയ ദീർഘപ്രസംഗങ്ങൾ. അത് കണ്ടിട്ട് ഇനിയും ഒരുപക്ഷെ ഇവിടെ ബാങ്ക് പൂട്ടാനുള്ള സാധ്യത, വിമാനങ്ങൾ ഇല്ലാതിരിക്കാനുള്ള സാധ്യത, സർജറികൾ ഓഫ് ചെയ്യാനുള്ള സാധ്യത. ഈ ഒരു കാലം വീണ്ടും മനുഷ്യനെ കെട്ടിടത്തിന്റെ അകത്ത് കൊണ്ടിരുത്തുന്ന ഒരു കാലം പിന്നെയും വരുമെന്ന് യൂദ വ്യക്തമായി. അതുകൊണ്ട് യൂദ പറയുന്നു, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന കോട്ടുകോണത്തെ ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പാട് 22:12 പുസ്തകം അവസാനിക്കുന്നു. Behold,
ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ, ഇതാ ഞാൻ വേഗം വരുന്നു. കോട്ടുകോടത്ത് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വെള്ളരുടെ കള്ള് കുടിക്കുന്നവൻ കള്ള് കുടിക്കട്ടെ, പോസ്റ്റ് ഇടുന്നവൻ പോസ്റ്റ് ഇടട്ടെ, നീതിമാൻ സഭയിൽ കരയട്ടെ, വിശുദ്ധൻ ഒന്നുകൂടി മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവസഭയുടെ ഭാവികാല പ്രത്യാശ വചനത്തിലേക്ക് AD 30 കാൽവറിയിലെ ക്രൂശീകരണം. എന്താ കാൽവറിയിലെ ക്രൂശീകരണം? 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. പലരും പറയുന്ന യേശു ക്രിസ്തു ക്രിസ്ത്യാനിക്ക് വേണ്ടി പരമയാഗമായി. ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒന്നുമല്ല പരമയാഗമായത്. ഒന്ന്, ഏദനിനകത്ത് പാപം കയറി ആദമ്യ കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവരെ പാർക്കാൻ കൊണ്ടുവന്നത് പുറമേ പറയാം ഏദനിനകത്തായിരുന്നു. ഏദനിനകത്ത് പാർക്കുവാൻ കൊണ്ടുവന്നപ്പോൾ സ്വർഗം ഒരു ടോർപ്പിട വെച്ചു. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകോ, നിത്യം ദൈവത്തെ ആരാധിക്കുക, ഒരു ദിവസം 1000 സംവത്സരം. മക്കളെ, ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു നന്മയുടെയും തിന്മയുടെയും വൃക്ഷമുണ്ടായിരുന്നു. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ രക്ഷയുടെ തേജസ് നഷ്ടപ്പെട്ട് പുറത്തു പോകും. ആദമിനെ പല പ്രാവശ്യവും സർപ്പ ഉപായത്തിൽ ചതിക്കാൻ നോക്കി. ആദ്യം പനച്ചുമൂടി ചന്തയിൽ പോയപ്പോൾ ആദമിനോട് പറഞ്ഞു, കുഞ്ഞെ ഇത് കഴിക്കണം, അവിടുന്ന് ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ദൈവസാന്നിധ്യം ഇറങ്ങി. ആദം ഇതിനകത്ത് വീണില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആദം കാർഷിക വിഭവങ്ങളുമായി കളിക്കാപ്പിളെ പോയി. എന്തായാലും ഹവ്വാമ്മയുടെ വാട്സപ്പ് നമ്പരും അവന് കിട്ടി. മനസ്സിലാകുന്നവർക്ക് ആദ്യ കലവ് അടിച്ചു, ഹായ് അടിച്ചു, ഹവാറിയു അടിച്ചു, പ്രൈസ് ലോഡ് അടിച്ചു. സ്വോത്രം. അമ്മാമ്മ ഏകദേശം ഹല്ലേലൂയ പറഞ്ഞപ്പോൾ പിടി കിട്ടി വളയുമെന്ന്. സ്വോത്രം. ഉടനെ അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞ്, കർത്താവ് പറഞ്ഞതെല്ലാം തെറ്റാ, ഞാൻ പറയുന്നതാ ശരി, നിങ്ങൾ കഴിക്കണം, നിങ്ങൾക്ക് അനുഗ്രഹം, റമ്പமான பெரியமான ആശീർവാദം വരുകരുത്, அந்த மாதிரி തമിഴ് പേശിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി. അപ്പം അമ്മാമ്മ ഏകദേശം ലൈനിലായപ്പോൾ പിശാച് അടുത്തും കൂടെ വെച്ചു, മൊത്തവും കഴിക്കരുത്, കളിക്കാപ്പിളെന്ന് നിലമാമോട് വഴി വരുമ്പോൾ അച്ചായനൂടെ പകുതി വെച്ചേക്കണം. മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ട് ആദമനോട് സ്വർഗം ചോദിച്ചപ്പോൾ ആദം പറഞ്ഞ്, കർത്താവെ നീ തന്ന ഈ ദാസി ഈ സഹോദരിയെ എനിക്കൂടെ തന്നതെന്ന്. മനസ്സിലാകുന്നവർക്ക് ആദം ജാമ്യം എടുത്തു. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ ആദം തോട്ടത്തിൽ നിന്ന് പുറത്തായി. രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. ഇവിടെയാ പാപം ആരംഭിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി. എന്നിട്ട് സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി തോട്ടത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സ്വർഗം വിളിക്കുന്നു, ആദമേ നീ എവിടെ? ഇന്ന് രാത്രി ചില പാപികളെ തേടി സ്വർഗത്തിന്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നു. മടങ്ങി വരുന്നവരെ മാറോട് ചേർക്കുക. ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എവിടെ ആടിന്റെ പരമയാഗം? ശ്രദ്ധയോടെ. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ 1498 കിലോമീറ്റർ ഇന്നത്തെ ഇറാഖും ഇസ്രയേലും വാർദ്ധക്യകാലം ഒരു സന്തതി ഉണ്ടായിരുന്നു, ഇസഹാക്ക്. അവനെ കൊണ്ട് ഹോമയാഗത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. കുഞ്ഞിന്റെ മേൽ കൈകാലുകൾ ബന്ധിച്ച് ഹോമയാഗത്തിനുള്ള വഴികളെല്ലാം ഒരുക്കിയപ്പോൾ അവസാനമായി കത്തി ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, അയ്യോ അയ്യോ, ബാലകന്റെ മേൽ കൈവെക്കരുത്, പകരം ഒരു ആട്ടിൻകുട്ടി. ചിന്തയോടെ ഇരിക്കണം ഈ ഗ്രൗണ്ടിൽ. 1, ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി ഇറക്കപ്പെട്ടു. 2, ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. അവർ ആഴമേറിയ ചെങ്കടൽ കടന്നു. 1, ഒരു കുഞ്ഞിന് വേണ്ടി ആട്. 2, ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ. 3, ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂർനോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു. 1,56,000 ആടുകളുടെ രക്തം അവിടെ ഒഴുക്കി. അവൻ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവ സാന്നിധ്യം ഇറങ്ങി. 1 more time revises in the convention day 3. Number 1, ഇസഹാക്കിന് പകരമായ ഒരാട്. 2, ഇസ്രായേൽ മക്കളുടെ വിടുതലിന് പകരമായ ആയിരക്കണക്കിന് ആട്ടിൻകുട്ടികൾ. 3, ദൈവാലയത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ അറുത്തു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. അപ്പച്ചാമ്മച്ചി വീട്ടിനകത്ത് കൊലപാതകം, കുഷ്ഠം, ടൈഫോയിഡ്, പോളിയോ, അവിഹിത ഗർഭമെല്ലാം ആഞ്ഞടിച്ചപ്പോൾ ഊനമൃഗങ്ങളെ ഇറക്കാൻ തുടങ്ങി. കുറുപ്രാവ്, ചെമ്മരിയാട്, കോലാട് പടപടാ മൃഗശാലയിൽ വെട്ടുന്നത് പോലെ രക്തം ഇങ്ങനെ വീഴാൻ തുടങ്ങി. അതിന്റെ നിലവിളി സ്വർഗം കേട്ടു. സ്വർഗം ചോദിച്ചു, അയ്യോ അയ്യോ, എന്നും എന്നും ഈ രക്തം വീഴണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകോ? പിതാവിന്റെ സന്നിധിയിൽ ഒരുവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. 3ാമത് രാത്രിയിൽ അവനെ ഞങ്ങൾ ഉയർത്തുന്നു. അവന്റെ പേരത്രേ പെന്തിക്കോസിന്റെ പാപമല്ല, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെടണം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. കാരക്കോണത്ത് CPMന്റെ ശിബിരം നടക്കുമ്പോൾ പാറശാല MLA ഹരീന്ദ്രൻ സാർ വിളിക്കുക, രക്തസാക്ഷി ചിന്താബാ, രക്തസാക്ഷി മരിച്ചില്ല. വെള്ളറടയിൽ ആനപ്പാറയിൽ നിന്ന് യാത നടക്കുമ്പോൾ BJPയുടെ സുഹൃത്തുക്കൾ പറയും, ബലിദാനികൾ ചിന്താബാ. അങ്ങനെയെങ്കിൽ സകല പരിഹാരത്തിനും വേണ്ടി രക്തം ചിന്തണം. അതാ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട
കർത്താവ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ബാക്കി ആരും മിണ്ടത്തില്ല. ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ ബേത്ലഹേമിൽ ജനിക്കുന്നു, മാതാപിതാക്കളുടെ നടുവിൽ വളരുന്നു, 30-ാമത്തെ തിരുവയസ്സിൽ സ്നാനമേൽക്കുന്നു, 33-ര തിരുവയസ്സിൽ പരമയാഗമായി തീർന്നു. എന്തിനു വേണ്ടി യേശു വന്നു? വെള്ളറക്കാർ പറയും ഞങ്ങളുടെ പാപം ഞങ്ങൾക്ക് വീട് തരാനാ, ചിലർ പറയും കാറ് തരാനാ, ചിലർ പറയും കമ്പ്യൂട്ടർ തരാനാ. ഇതൊന്നുമല്ല യേശു വന്നത്. യേശു വന്നത് എന്തിനു വേണ്ടി? ഇന്ന് രാത്രി ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിന് ദേഹിക്ക് മരണമുണ്ട്, ആത്മാവിന് മരണമില്ല. ഹൈന്ദവ സഹോദരങ്ങൾ അനവധി പേർ ഇവിടെ പാർക്കുന്ന പട്ടണം. ഹൈന്ദവരുടെ വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ്വം, ഇതിനകത്തെല്ലാം മരണാനന്തര ജീവിതം. അതിനകത്ത് മഹാഭാരതത്തിൽ അവസാന ഭാഗം മഹാവിഷ്ണു ഉല്ലേഖനം ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഭാഗം എഴുതി: ലോകം തീരുമെന്ന്, ആലില പോലെ വിറയ്ക്കുമെന്ന്. നിലമാമൂട്ടി നിൽക്കുന്ന ആല് വീഴുന്ന പോലെ ലോകം വീഴുമെന്ന് മഹാവിഷ്ണു എഴുതിയേക്കുന്നത്. അന്ന് ഗുണപ്പെടാത്തവൻ ആലില വിറയ്ക്കുന്നത് പോലെ പാതാളത്തിന്റെ അടിയിൽ ദണ്ഡനം അനുഭവിക്കുമെന്ന്. സ്വോത്രം ആത്മാവ്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ കർക്കട ബാഹുബലി, പാപനാശം, വർക്കല, ആലുവ, മണപ്പുറത്തപ്പന്റെ പേരെഴുതി ബലിതർപ്പണങ്ങൾ, അർപ്പണതർപ്പണങ്ങൾ. അവർക്കും അറിയാം ആത്മാവിന്റെ വാസസ്ഥലം വേണം. അത് കഴിഞ്ഞിട്ട് ഇസ്ലാം സഹോദരങ്ങളുടെ ഖുർആനകത്ത് മസ്നാദ് 700 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സർവ്വലോകവും നേടിക്കഴിഞ്ഞ ആത്മാവിന് വില കൊടുത്തില്ലെങ്കിൽ കൊത്തിവലിക്കുന്ന പാമ്പ് പാതാളത്തിലുണ്ടത്. മത്തായി സുവിശേഷത്തിനകത്ത് സഖാവ് VS-നോട് ചേർന്ന് ബൈബിൾ: സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ചാകാത്ത പുഴു കരമുയർത്തുന്നവർക്കായി. വെള്ളറുടെ ഒരൊറ്റ ഉപദേശം പറയാത്തോണ്ട് കർത്താവ് 101 വയസ്സിൽ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട സഖാവ് VS മത്തായി സുവിശേഷം വായിച്ചു: സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കീഴപാതാളത്തിൽ കേടാത്ത തീ, ചാകാത്ത പുഴു. മനസ്സിലാകുന്നവർക്കായി. അപ്പൊ ആത്മാവിനൊരു വാസമൊരുക്കാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. അതുകൊണ്ട് നാളെ രാത്രി ആ വാസസ്ഥലം പറയും: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. എൻ പ്രയാണകാലം 4 വിരൽ നീളമായതിൻ പ്രതാപം കട്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം. യൗവനത്തിലെ പൊന്നപ്പൻ ചേട്ടന് നിലമാമൂട്ടി വീണുപോയി അച്ചായ. ഏത് സമയത്തും മരണം പിടിക്കും. മരിച്ചാൽ നിന്റെ ആത്മാവിനെ നിത്യ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവം യേശു ക്രിസ്തു മാത്രം. നാളെ അത് വരച്ചു കാട്ടുമ്പോഴായിരിക്കും യോഗം അവസാനിക്കുന്നത്. 33-ര തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. ശ്രദ്ധയോടെ. അതിനുശേഷം ക്രൂരമായ പീഡനങ്ങളുടെ കാലം. കുഞ്ഞുങ്ങൾ ബൈബിൾ കോഡ്. ആ കാലഘട്ടത്തിൽ റോമന്റെ ഭരണാധികാരികളായിരുന്നു. ഒന്ന് ഏദോമിന്റെ ഗവർണർ ആയിരിക്കുന്നു ഹെരോദാവ്. അത് കഴിഞ്ഞിട്ട് റോമന്റെ കൈസർ പീലാത്തോസ്. ഭരണകൂടങ്ങൾ മാറി. അക്കമിട്ട് ഒരു പരിസംഖ്യ രേഖപ്പെടുത്തുന്നത് പോലെ വെസ്പേഷ്യൻ, റോമാനഗരം ചുട്ടരിച്ച നീറോ ചക്രവർത്തി, യെരുശലേമിന്റെ ആലയം തകർത്ത ടൈറ്റസ്. അതിനുശേഷം വരുന്നു ആരൊക്കെ വരുന്നു? ലൗദിയോസ്, ക്ലൗഡിയോസ്. AD 90 കാലഘട്ടത്തിൽ വരുന്ന ഡൊമേഷ്യന്. ആ കാലഘട്ടത്തിൽ ഭക്തന്മാർക്ക് ക്രൂരമായ ശിക്ഷാവിധി. ഭക്തനായ സ്തേഫാനോസിനെ ഉരുളൻ കല്ലുകൾ കൊണ്ട് തീർത്തു. പൗലോസ് ലീഗായ ഓസ്ട്രേലിയ ചന്തയിൽ വെച്ച് തല വെട്ടിമാറ്റി. പത്രോസ് ലീഗായ തല കീഴായി ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: അവന്റെ ചെരുപ്പിന്റെ ബാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അദ്ദേഹത്തെ തല കീഴായി ക്രൂശിച്ചു. യാക്കോബ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ തല ക്രൂരമായി റോമിൻ്റെ പടയാളികൾ വെട്ടിമാറ്റി. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മണ്ണിൽ സുവിശേഷത്തിന് വേണ്ടി വന്ന തോമസ് ലീഗ AD 72 വധിക്കപ്പെടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, യോഹന്നാൻ. ചരിത്രവും ബൈബിളും. 64 അദ്ദേഹം യാത്രയായി തുർക്കിയുടെ ഒരു പട്ടണമായ ഏഷ്യ മൈനർ. അവിടെ പോയി ആസിയയിലെ 7 സഭകൾ ഉണ്ടാക്കി: എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുതയൂര, പെർഗമോ, സർദീസ്. അത് കഴിഞ്ഞിട്ട് ഫിലാഡൽഫിയ സഭ. ആ കാലഘട്ടത്തിൽ ആ ഡൊമേഷ്യന്റെ 1ാമത്തെ കൽപ്പന. ഡൊമേഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്: തച്ചന്റെ മകൻ. റോമൊരിക്കലും യേശു രക്ഷകൻ എന്ന് പറയുന്നില്ല, കാർപ്പന്റർ സൺ എന്നാ പറയുന്നത്. തച്ചന്റെ മകന്റെ വചനം പറയുന്നത് ആരെങ്കിലും ഉണ്ടോ? അവർ ചെന്ന് പറഞ്ഞു: സാർ എല്ലാവരെയും കാലപുരിക്ക് അയച്ചു. അവരുടെ ഭാഷ. ഇപ്പോൾ ഒരുവനുണ്ട്. ആരുണ്ട്? ഒരു വയോധികനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പം 90 വയസ്സ് പ്രായം കഴിക്കണം. കാലുകൾക്കും കൈകൾക്കും ഒക്കെ ശേഷി കുറവാണ്. അദ്ദേഹം പറഞ്ഞു: ഒരു കാര്യം ചെയ്യുക, അങ്ങനെയുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇന്ന് നമ്മുടെ കാട്ടാക്കട കോടതിയല്ല, നെയ്യാറ്റിൻകര CJM വിധിയല്ല, വഞ്ചിയൂരിന്റെ വിധിയല്ല. അന്നത്തെ കാലത്ത് താളിയോലകളിൽ തിരുത്താണ്ടി കൊണ്ടൊരു കൽപ്പന കൊടുത്തു: വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കൊല്ലുവാൻ. ഒരു പ്രഭാതത്തിൽ 5 മണിക്ക് വെള്ളറടയ്ക്ക് പള്ളിക്ക് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പടി നിയമത്തിന്റെ ചുരുളുകൾ വായിച്ചപ്പോൾ പടയാളികൾ ഈ അപ്പച്ചന്റെ അടുത്ത് വന്നു: അപ്പച്ച, താങ്കൾ മരിക്കാൻ പോകുക. എന്താ? അദ്ദേഹം വായിച്ചു. മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു: താങ്കളുടെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. കൈകാലുകൾ ചെങ്ങലക്കകത്ത്. പള്ളിയിൽ കമ്മിറ്റിക്കാരിലെ ഖജാൻജിയില്ല, സെക്രട്ടറിയില്ല, വയോധികനെ കൊണ്ടുപോയി. മക്കളെ ശ്രദ്ധയോടെ 6 മണിക്ക് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കറക്റ്റ് ഇതുപോലെ ഒരു ടേബിളിനകത്ത് അദ്ദേഹം
അദ്ദേഹത്തെ കടത്തി. സർജിക്കൽ റൂമിനകത്ത് പാറശാല ദേവിയിലും അല്ലെങ്കിൽ കാരക്കോണം സോമർവെൽ മെഡിക്കൽ കോളേജിലും കടത്തുന്ന പോലെ അദ്ദേഹത്തെ കടത്തി. മനസ്സിലാകുന്നവർക്കായി 6:30 ആയപ്പോൾ ക്യാൻസറിന് റേഡിയോ തെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് വരയ്ക്കുന്ന ഒരു വര എങ്ങനെ സ്പോട്ട് ചെയ്യണം, മുഖാഭരണം ധരിപ്പിച്ചു. തീവ്രവാദികളെ മുഖാഭരണം ധരിപ്പിച്ചു, കൊലക്കിരയാക്കുന്നവരെ മുഖാഭരണം ധരിപ്പിച്ചു. 7 മണിക്ക് സൈറൺ മുടങ്ങുന്ന ഒരു പടയാളി ഇറങ്ങി വരുന്നു. അവന്റെ കയ്യിൽ മുറിച്ചേറിയ ഒരു ആയുധമുണ്ട്. അമ്മച്ചി, ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ആരും അധികം പ്രസംഗിക്കാറില്ല. 156 മുള്ളുള്ള കിരീടം യേശുവിന്റെ തലയിൽ 39 അടികൾ പീലാത്തോസിന്റെ 3 ആണികളാൽ നമ്മുടെ നാഥൻ കാൽവറിയിൽ പരമയാഗമായി. ഒരു റോമന്റെ പടയാളിയുണ്ട്, അത് പെരിട്ടോണിയസ്. അവന്റെ കയ്യിൽ 2 ചാട്ടവാർ ഉണ്ടായിരുന്നു. അതാ ഈയക്കട്ടയും വാളച്ചൂണ്ടയും നാഥനെ തകർത്ത് കളഞ്ഞത്. അവന്റെ കുടുംബത്തിനകത്ത് മറ്റൊരു പടയാളിയെ മനുഷ്യനെ കീറുവാൻ ഇറങ്ങുന്നു. ഒരു വല്ലാത്ത അബോധാവസ്ഥയിൽ കിടക്കുന്ന യോഹന്നാന്റെ ശരീരത്തിൽ പെരിയ വാളുകൊണ്ട് കീറുവാൻ തുടങ്ങി. ശരീരം അല്പം കീറിയപ്പോൾ ഒട്ടിപ്പിടിച്ചു. രക്തം അങ്ങനെ കിരിയുന്നില്ല. ഉടവാളവിടെ വലിച്ചെറിഞ്ഞു. വളരെ ദേഷ്യത്തോടെ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിനെ കൊല്ലാനൊന്നും കഴിയത്തില്ല, എന്തോ അസാമാന്യ ശക്തി ഇദ്ദേഹത്തിനുണ്ട്. ഇന്ന് രാത്രി മാതാവേ പിതാവേ, കാരാഗ്രഹം നിനക്കെതിരായിരിക്കും, നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല, കൈകാലുകൾ ബന്ധിച്ചിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ആ ടേബിളിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുക സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ട്. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, PRS-ൽ വെന്റിലേറ്ററിനകത്ത് കിടന്നാലും ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് പാട്ടുപാടുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കിംസും തള്ളാൻ നിംസും തള്ളാം. ഒരുപക്ഷെ കുഞ്ഞുങ്ങളോട് പറയാൻ അവസാനിച്ചു വന്ന അച്ചായ, ഇന്ന് രാത്രി ഭാരപ്പെടരുത്. നീ ഈ പുസ്തകവുമായി വെള്ളറടയിലും ഇന്ന് രാത്രി ആറാട്ടുകുഴിയിലും 5 മരങ്കാലയിലും ഇന്ന് രാത്രി കുറ്റിക്കാടും കോട്ടുകോണത്തും ഇറങ്ങിയപ്പോൾ ദൈവദാസന്മാർ നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാത്രിയുടെ രാമത്തിൽ ചുണ്ട് പേപ്പറിനകത്ത് നിന്റെ ബൈബിളിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ അതിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന. ആരാ നിന്റെ ദൈവം? അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും ഇന്ന് രാത്രി അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ 4ാമത്തെ സ്റ്റേജ് RCC-യിലെ ഡോക്ടർമാർ വാതിലിന്റെ പുറകിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ പറയും, കിട്ടിയാൽ ഒരു 3 മാസം കൂടെ മമ്മ ജീവിക്കും. നെവർ നെവർ. ഇന്ന് രാത്രി ഡോക്ടറിന്റെ വാക്കല്ല വലുത്. നീ കരമുയർത്തി പറയണം, ഇന്ന് രാത്രി എന്റെ മമ്മിയുടെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആരാ? ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ചെറുപ്പക്കാരൻ നിമിസിലെ മധുശ്രീധർ കാത്ത് ലാബിന്റെ മുൻപിൽ നിന്ന് നിന്നോട് രഹസ്യമായി പറയും, അടുത്ത അറ്റാക്കോടുകൂടി നിന്റെ പപ്പ സെമിത്തേരിയില്ല. എന്നാൽ ഇന്ന് രാത്രി മധുശ്രീധറിന്റെ വാക്കല്ല വലുത്. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്, ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. ആരാധിക്കുന്നവനെ വിടുവിക്കുക, ആരാധിക്കുന്നവനെ ICU-വിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക, ആരാധിക്കുന്നവനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി യോഹന്നാന് മാത്രമല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് രാത്രി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക. കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്ന രാത്രി അന്ധകാരത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. നിന്റെ ആയുസിനെതിരെ പോരാടുന്ന ദൂഷ്ടശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിത ബലം പകരുന്ന രാത്രി. Receive the mighty presence of anointing. The year of 2025 യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗമല്ല വലുത്. എന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് ബ്രദർ. ആര് കരമുയർത്തും പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകും. ഇന്ന് രാത്രി കോട്ടുകോണത്ത് കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. അമ്മച്ചി, നിന്റെ വീട്ടിനകത്ത് നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, അച്ചായ പുരക്കകത്ത് നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ പുസ്തകമല്ല, കുട്ടിസനും മായാവും ഡിങ്കനും ഒന്നുമല്ല. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി 8000 പ്രോമിസ് ഉള്ളൊരു പുസ്തകമായി ഇന്ന് രാത്രി കരങ്ങളിൽ എടുത്തിരിക്കുന്ന 8000 പ്രോമിസ് 8000. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരുന്നു ശൗൽ. കേൾക്കുന്നവർക്കായി കഴുതെ അന്വേഷിച്ച് പോകുന്നവനെ ദൈവം രാജാവാക്കി. അവസാനം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടു പോയി. പാവപ്പെട്ട ദാവീദ് പാടി ശൗലിന്റെ മേലുള്ള ദുരാത്മശക്തി എല്ലാം അവൻ മാറ്റിക്കൊടുത്ത. എങ്കിലും അവന്റെ ജോലി അഭിഷിക്തനെതിരെ കുന്ത പറയുന്നതാ. ദാവീദ്
ദാവീദ് പല പ്രാവശ്യം സ്വർഗത്തോട് ചോദിച്ചു. ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇടട്ടോ ഒന്ന് സോദരം, ഞങ്ങൾ ഇടും, പക്ഷേ ദാവീദിനോട് സ്വർഗം പറഞ്ഞിട്ടുണ്ട് അവന്റെ കാര്യം ശരിയാക്കാന്ന് മനസ്സിലാക്കുന്നവർക്കായി. അവസാനം കുന്തമറിയുന്നവന്റെ ദൈവം കൊണ്ടുപോയി ഗിൽബോവയുടെ ഒരു പ്രത്യേകതയുണ്ട്. ശൗലിന്റെ പടയാളികളെല്ലാം വീണുപോയി. അതിന്റെ തൊട്ടുപുറത്ത് നിൽപ്പുണ്ട് തന്റെ പ്രിയമകൻ യോനാഥാൻ, അപ്പന്റെ പാരമ്പര്യത്തിനകത്ത് കരം പിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ യോനാഥാൻ. അവനും വീണുപോയി. ശൗല് വിചാരിച്ചു ഇനി നാട്ടുകാരുടെ കുന്തം കയറണ്ട. അഭിഷിക്തനായ ദാവീദിന്റെ എറിഞ്ഞ കുന്തം മണ്ണിൽ കുത്തിക്കൊണ്ട് അതിനകത്ത് വയർ ചായച്ചു വെച്ച് കുടൽമാല പുറത്തു പോയി. ശൗലിന്റെ വീരന്മാർ പട്ടുപോയത് അങ്ങനെ. വീട് തന്ന്, കാറ് തന്ന്, കമ്പ്യൂട്ടർ തന്ന്, പണം തന്ന്, ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവാലയത്തിനും നേരെ നിൽക്കുന്ന സകലരെയും ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്ക് യോനാഥാൻ നല്ല പൈതലായിരുന്നു, പക്ഷെ കുഴപ്പം ഇതേ ഉള്ളായിരുന്നു, അവൻ അപ്പന്റെ കഴുക്കോലിൽ പാരമ്പര്യത്തിൽ നിന്നതാ. അപ്പൊ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ദൈവസഭയ്ക്ക് നേരെ പോരാട്ടം. ആരൊക്കെയോ? ദാദാൻ, അബീരാം, കോര എങ്ങനെയെങ്കിലും പള്ളി പൂട്ടാൻ നിൽക്കുക. കുഞ്ഞുങ്ങൾ പറഞ്ഞു പപ്പ ആരൊക്കെയോ കഷ്ടപ്പെട്ട് പള്ളി ഉണ്ടാക്കിയത്, എങ്ങനെയെങ്കിലും യോഗം നടക്കട്ടെ. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് നിങ്ങൾ മിണ്ടരുതെന്ന് മനസ്സിലാകുന്നവർക്കായി. കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലില്ല. അവസാനം പള്ളിക്കെതിരെ കമ്മിറ്റി ഉണ്ടാക്കിയവനെല്ലാം ഭൂമി വിളർന്നു പോയി. ചുമ്മാതെ ദൈവാലയത്തിനെതിരെ പദ്ധതി വെച്ച് പൂട്ടാൻ നിൽക്കല്ലേ കുഞ്ഞുങ്ങൾ. അവസാനം ദൈവത്തിൻ്റെ ന്യായവിധി. കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയിലെ ചെന്ന പാസ്റ്റർ ഞങ്ങളെ കയറ്റത്തൊന്നുമില്ല, എങ്കിലും ആലയത്തിന്റെ വാതിൽക്കൽ നിന്നൊരു ഹല്ലേലൂയ പാടുവാൻ കരമുയർത്തുന്നവർക്കായി, പാരമ്പര്യത്തിന്റെ പടുകുടിക്കകത്ത് ചർച്ചയ്ക്ക് കുറ്റും കോലിയും ഇടാതെ പാരമ്പര്യം വിട്ട് പള്ളിക്ക് പുറത്ത് കൈ ഉയർത്തുവാൻ പദ്ധതി വെച്ച കോരകിന്റെ മക്കളെ അനുഗ്രഹിച്ചവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ഹല്ലേലൂയ വിട്ടിറങ്ങി വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കോരകിന്റെ മക്കളുടെ നാവിൽ സങ്കീർത്തനം കൊടുത്ത കർത്താവ് നിന്റെ വായിൽ പുതിയ പാട്ട് തരും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ വീരന്മാർ പട്ടുപോയത്. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി സ്വർഗത്തിന്റെ സന്നിധിയിലെത്തി. സ്വർഗം പറഞ്ഞു ഒരുവനെ രാജാവ് വേണം. അന്ന് ശമൂവേൽ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രവാചകൻ അവനോട് പറഞ്ഞു, നമ്മുടെ ഇശായി അച്ഛൻ്റെ വീട് വെള്ളറയുണ്ട്, അവിടെ പോയി ഒരുത്തനെ രാജാവാക്കണം. രാവിലെ ലാൻപോണിനകത്ത് ആര് വിളിച്ചെന്നറിയാമോ? ശമൂവേൽ ഇശായി അച്ഛനെ വിളിച്ച, അച്ഛ വെള്ളറയോട്ട് ഞാൻ വരും, കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം, ഒരുത്തനെ രാജാവാക്ക്. ഇശായിക്ക് പെരുത്ത സന്തോഷമായി. പഴയ ബസ് പാസ് സ്കൂട്ടറിനകത്ത് 9:30 കോട്ടുകോണം താരുന്ന് ചെന്നെന്നറിയാമോ? നമ്മുടെ ശമൂവേൽ ഇശായി അച്ഛൻ്റെ വീട്ടിൽ ചെന്നു. ഉടനെ എനിക്കിവിടെ പാസ്റ്റർ എന്നുള്ള 2 ഗ്ലാസ് മധുരമില്ലാത്ത ചായ, കുഞ്ഞുങ്ങളെ വിളിച്ചു, ഒരു സങ്കീർത്തനം പാടി. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ച, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഒരു അരുമയാണ് പാടൽ, തമിഴ് പാട്ട്, നാനും എൻ വീടും എൻ വീട്ടാരനൈവരും. അത് കേട്ടപ്പോൾ ഇശായി വിചാരിച്ചു ഇവിടെ താൻ രാജാവ്. മനസ്സിലാകുന്നവർക്കായി ഒരുത്തൻ്റെ തലയിൽ ഓർഡിനേഷൻ കൊടുത്ത് തൈലം വെക്കാൻ തുടങ്ങി. പറഞ്ഞു യവനെ ഞാൻ കണ്ടിട്ടില്ല, 2 കണ്ടിട്ടില്ല, 3 കണ്ടിട്ടില്ല. ഇടുക്കി മണിയാശാൻ പറഞ്ഞു 1 2 3 4 5 6 7. മനസ്സിലാകുന്നവർക്കായി இந்த മേടയിൽ ഇരിക്കുന്ന അരുമയാണ് ഊളിയക്കാർ, അവരിനെ തൊടക്കൂടാതെ. എന്നെ പോലുള്ള ഊളിയക്കാർക്ക് കൈ കിട്ടിയിരുന്നേ ഞാൻ 7 എണ്ണത്തിന് ഓർഡിനേഷൻ കൊടുത്ത് തൈലം മേടിച്ചാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്വത്രം. അതാ ഇന്നത്തെ പെന്തിക്കോസുകാർ. ഉടനെ പറഞ്ഞു നല്ല ഷർട്ട്, ആൽമിയ മന്ന ബൈബിൾ കോളേജിന്റെ ബിരുദം, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ കില്ലറിന്റെ പാൻറ്റും വാൻ ഹുസൈൻ്റെ ഷർട്ടും. ഇതൊന്നും കണ്ടിട്ട് സ്വർഗം സന്തോഷിച്ചില്ല. സ്വർഗം ശമൂവേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പൊക്കം നോക്കരുത്, നീളം നോക്കരുത്, നിറം നോക്കരുത്, മണം നോക്കരുത്. മനസ്സിലാകുന്നവർക്കായി തെരഞ്ഞെടുപ്പുള്ളവനെ ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവരും. ദൂതേറ്റെടുക്കുന്നവർക്കായി. ഇശായോട് ചോദിച്ചു, ഇശായി ഉനക്ക് വേറെ വല്ല പിള്ളേ ഇരിക്ക? തമിഴ്നാട് ഭാഷ പറഞ്ഞാൽ വേറെ വല്ല പയ്യന്മാരും ഇരിക്കുതോ? അപ്പം പറഞ്ഞു ഉണ്ട്, നമുക്ക് ആറുകാണിയിൽ ഇച്ചിരി ആട്ടുംകൂട്ടം ഉണ്ട്, അവിടെ ഒരുവൻ കിടപ്പുണ്ട്, അവൻ്റെ പേരാ ദാവീദ്. ഉടനെ സ്വർഗം പറഞ്ഞു അവൻ വരാതെ ഇങ്ക യാഗം നടക്കക്കൂടാതെ. സ്വത്രം. ഇന്ന് രാത്രി ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കണമെങ്കിൽ നെവർ ഡോണ്ട് നീഡ് യുവർ PhD, ഡോണ്ട് നീഡ് യുവർ ക്വാളിഫിക്കേഷൻ, ഡു നോട്ട് നീഡ് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. നമ്പർ 1 കരമടിച്ച് ആരാധിക്കുന്നവൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി കാട്ടിനകത്ത് ഒരുവൻ കിടപ്പുണ്ട്, ദാവീദ്. ഉടനെ പറഞ്ഞൊരു കാര്യമുണ്ട്, 5 വരക്കാല സ്കൂളിന്റെ ബിരുദമില്ല, ആറാട്ടുകുടി UITയുടെ ബിരുദമില്ല. ദാവീദിന് എന്തുണ്ടെന്നറിയാമോ? കരമടിച്ച് അവൻ ദൈവത്തെ ആരാധിച്ചു. ഇശായോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി അമ്മച്ചി ഓർക്കേണ്ടവർ ഓർക്കത്തില്ല. ചെറുപ്പക്കാരാ, നാട്ടുകാർ തള്ളിക്കളെ. നിന്റെ മേലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ നീ കരമടിച്ച് ആരാധിക്കുന്നെങ്കിൽ അധിക കാലം 6 കാണിയിലും 10 കാണിയിലും നീ കിടക്കത്തില്ല. സ്വത്രം. ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിക്കുവാൻ നിന്റെ മേൽ ഒരു അഭിഷേകം പകരുന്ന രാത്രിയാ. ഒന്ന്, ദാവീദിന് വലിയ ബിരുദമില്ലായിരുന്നു, ഒന്നുണ്ടായിരുന്നു, അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഒരു പോഷനെ പോലെ കരമടിച്ച് ആരാധിക്കുന്നവനെ പട്ടണങ്ങളും രാജ്യങ്ങളും പിടിച്ചടക്കുക. ഇന്ന് രാത്രി ദാവീദിന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങിയെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. 2 അവനൊന്ന് രണ്ടാമത്തെ കാര്യമുണ്ടായിരുന്നു.
അവന്റെ അപ്പന്റെ ആടുകളെ പിടിക്കാൻ വന്ന ദുഷ്ടമൃഗത്തെ തകർക്കാൻ അവന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് പെന്തിക്കോസ്കാർക്ക് ഇല്ലാത്തത് അതാ. അഭിഷേകമുള്ളവൻ അധികകാലം കുറ്റിക്കാട്ടി കിടക്കത്തില്ല. അഭിഷേകമുള്ളവൻ അധികകാലം കോട്ടുകോണത് കിടക്കത്തില്ല. ദൈവം നിന്റെ പ്ലാനിൽ ഒരു പ്ലാൻ വരച്ചിട്ടുണ്ടെങ്കിൽ അധികകാലം നീ ഏകനായി കിടക്കത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്വർഗം പറഞ്ഞ അവന്റെ നിറം നോക്കരുത്, ഗുണം നോക്കരുത്, മണം നോക്കരുത്, PhD നോക്കരുത്. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. അതുകൊണ്ട് ദാവീദ് പാടി, അമ്മച്ചേ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എങ്കിലും യഹോവ ചേർത്തുകൊള്ളു. നീ പുറത്തു വരാതിരിക്കാൻ പിശാച് പദ്ധതി വെക്ക്. നിന്റെ നാട്ടുകാർ നീ പുറത്തു വരാതിരിക്കാൻ പദ്ധതി വെക്ക്. നിന്റെ ചേട്ടന്മാർ നിനക്കെതിരെ പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വാഗ്ദത്തമുള്ളവനെതിരെ ആരൊക്കെ വേലി കെട്ടിയാല്, വാഗ്ദത്തമുള്ളവനെതിരെ ആരൊക്കെ മതിൽ കെട്ടിയാല്, മോനെ അവന്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരുന്നിക്ക്. മോളെ ദൈവസന്ധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്ക്. പിശാച് ഉണ്ടാക്കിയ വേലികൾ 2025 പൊളിച്ചുകൊണ്ട് ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ചുന്നു. നിന്റെ മേൽ അഭിഷേകത്തിന്റെ കരമിറങ്ങുമെങ്കിൽ നിനക്ക് വഴികളെ തുറക്കുക. ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ആ കരം തളർന്ന കരമല്ല. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, 2025 സെപ്റ്റംബർ ശനിയാഴ്ച കരം ഉയർത്തി പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി മന്ത്രവാദി നിനക്കെതിരെ, ആഭിചാരം നിനക്കെതിരെ, പിശാചി നിനക്കെതിരെ, കർമ്മകാണ്ഡാദികൾ ആരൊക്കെ എഴുതി വെച്ചാലും ഇന്ന് രാത്രി അന്യഭാഷയിൽ നീ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുന്നുവെങ്കിൽ ആത്മാവിൽ ചലിക്കുന്ന രാത്രിയാകട്ടെ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. ഇന്ന് രാത്രി മന്ത്രവാദിയുടെ ബന്ധനങ്ങളെ തകർക്കുക. നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി ഇവിടെ കത്തിപ്പടരട്ടെ. Lord Jesus, the precious moment, the mighty presence of Holy Spirit come to the ground the third day. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകൾക്കെതിരെ പിശാച് നാളുകൾ, വഴികളും വാതിലുകളും തുറക്കാതെ അവരുടെ വഴികളെ അടച്ചു വെച്ചിരിക്കുന്ന വഴികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി പുതുവഴികൾ തുറക്കട്ടെ. ദാവീദിന്റെ കരം പിടിച്ചുയർത്തിയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കോട്ടുകോണം ഗ്രൗണ്ടിൽ ചില കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചുയർത്തി പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള വഴികൾ ഈ കൺവെൻഷനകത്ത് പരിശുദ്ധാത്മാവ് പ്രൊവൈഡ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ താക്കോൽ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. ഇന്ന് രാത്രി ആര് ദൂതേറ്റെടുക്കുക? നാളുകൾ കാരക്കോണത്ത് കടക്കാനല്ല, നിലമാമൂട് കടക്കാനല്ല, തോലടി കടക്കാനല്ല. നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദാവീദിനെ കൊണ്ടുവന്ന് ഇസ്രായേലിന് രാജാവാക്കിയതുപോലെ ഇന്ന് രാത്രി അനുഗ്രഹിക്കാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. കരം ഉയർത്തുന്നവർക്കായി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കരം ഉയർത്തുന്നവർക്കായി കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്ന് ഞാൻ പട്ടിണി കഞ്ഞി കുടിച്ച് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു. 2025 എനിക്ക് വിശാലത വരുത്തുക. ആട്ടിടയ കുടിലിൽ വളർന്ന ദാവീദിനെ ഉയർത്തിയ കരം ഈ രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച രാത്രിയാ. സിസ്റ്റർ, ഈ രാത്രി എഴുന്നേറ്റ് പ്രകാശിക്കുക. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിക്കുക. നിന്റെ മേലൊരു വിശേഷமான കൃപ ദേവൻ വല്ലമായി, ആണ്ടവരൻ വല്ലമായി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് പ്രാപിക്കുന്ന രാത്രിയാ. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, ഇല്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ ദർശനത്തിന് കണ്ണുനീരിന് മറുപടി തരുക. ഇടയ ചെറുക്കന്റെ കണ്ണുനീരിൽ ഇറങ്ങിയ കരം ഈ രാത്രി ഇവിടെ വെളിപ്പെടുകയോ. Lord Jesus, the mighty presence of Holy Spirit. ആരൊക്കെ നിന്നെ തള്ളിയാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, മമ്മെ കരമടിച്ച് ആരാധിച്ചാൽ ഒരു മറുപടിയുണ്ട്. അച്ചായ അന്യഭാഷയിൽ നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്കൊരു വിടുതലുണ്ട് ഈ രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി. അതുകൊണ്ട് ആ സങ്കീർത്തനം 23 ദാവീദ് പാടിയത്, ഇശ്യായി മറന്നാലും സഹോദരന്മാരും മറന്നാലും യഹോവ എൻ്റെ ഇടയനാകുന്നു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് എനിക്കൊരു മുട്ടും വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ നിലമാമൂട്ടിലെ നിർമ്മൽ കൃഷ്ണ തകരട്ടെ, എങ്കിലും പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടെ ദൈവം എന്നെ നടത്ത്. എൻ്റെ വീട്ടിലെ കിണറ്റ് വെള്ളമില്ലേലും ഒരു തുള്ളി വെള്ളം എനിക്ക് തരാൻ, സ്വസ്ഥതയുള്ള വെള്ളം എനിക്ക് ഒരുക്കുന്നവനായി എൻ്റെ ദൈവം. മമ ഇന്ന് രാത്രി പറയണം, മൂലമറ്റത്തെ ടർബൈൻ ഓഫ് ആകട്ടെ, കൂടംകുളത്തെ ലൈൻ ബ്രേക്ക് ആകട്ടെ, കൂരിരുളിൻ്റെ താഴ്വരെ കൂടി കടന്നുപോയാൽ
കാലം എന്നെ കൈവിടാത്തൊരു നല്ല ദൈവം. ഇനി 4 മാസമില്ല, 3 മാസം കൂടെ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ കാക്കുന്ന ദൈവം. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് ദുഷ്ടപിശാചി രാത്രി നടുക്കട്ടെ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. എത്ര പേർക്ക് ഇന്ന് രാത്രി കരം ഉയർത്തുവാൻ കഴിയും? ആണ്ടിന്റെ ആരംഭം മുതൽ എന്നെ അവസാനം വരെ കാത്തു പരിപാലിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, പാസ്റ്റർ മറക്കട്ടെ, വിശ്വാസി മറക്കട്ടെ, അച്ചായ കരം ഉയർത്തിയാട്ടെ, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദാവീദിനോട് ചേർന്ന് ഇന്ന് രാത്രി അവസാനമായി വയോധികനായി യോഹന്നാനെ നാട് കടത്തുന്നു പത്മോസ്. ഗ്രീസിന്റെ ഏതൻസിൽ തേംസ് നദി, അവിടെ ഒളിമ്പിക്സ് നടക്കുന്ന പട്ടണത്തിനകത്ത് പത്മോസിൽ 16 നീളം 10 കിലോമീറ്റർ വീതിയുള്ള ഒരു ദ്വീപിനകത്ത് നാട് കടത്തുന്നു. നാളെ ബാക്കി ഭാഗം സ്വർഗം തുറക്കുന്നു. 5 കാഴ്ചകൾ, ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥികഷ്ണം വാർന്നു തിന്നുന്ന പരുന്ത്, തലയൂട്ടിയുടെ ദുർഗന്ധം, വയോധികൻ മുട്ടുമടക്കി ഒരു കരം അവനെ തൊട്ടു. ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ ഇന്നും എന്നേക്കും ജീവിച്ചു. വയോധിക എഴുതിക്കോ, നീ കണ്ടത് പത്മോസ് ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകമാ ഈ രാത്രിയും നാളെ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകം, മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചനം ഗ്രന്ഥം. അപ്പോക്യാലിപ്സ് രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം, 22 അധ്യായങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. കുഞ്ഞു വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, സമയമെടുത്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 സഭ ഇവിടില്ല. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന യഹൂദൻ നിലവിളിക്ക്. 12 ആൺകുട്ടി സിംഹാസനം. 13 ലോകം ഒരുവന്റെ കയ്യിൽ. അതായിരിക്കും ഇന്ന് രാത്രി 1-ാം ഭാഗം. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. നാളെ രാത്രി ഇസ്രായേൽ ഹമാസിന്റെ പരിസമാപ്തിയായിരിക്കും. നാളെ രാത്രി വെളിപ്പാടിൽ കൂടി. അതുകൊണ്ടാണ് നേരത്തെ സമയം പേടിക്കുന്നത്. ബൈബിൾ കൂടെ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം. ഇവിടെ വളരെ താഴ്മയോടെ വി ആർ ഗോയിങ് ദ കണ്ടന്റ് ഓഫ് ദ 3rd ഡേ. ഇന്ന് രാത്രി മെസ്സേജിലേക്ക് നാം വളരെ സാവധാനത്തിൽ യേശുക്രിസ്തുവിന്റെ 3 പ്രഭാഷണം. 1-ാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം. മത്തായി 7:8. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി സത്യാന്വേഷണ പരീക്ഷകളിൽ ഇങ്ങനെ എഴുതി, എൻ്റെ ജീവിതത്തിനകത്ത് അഹിംസയുടെ മൊഴിമുത്തുകൾ ഇസങ്ങളും മതങ്ങളുമല്ല ചെയ്തത്, യേശുദേവന്റെ മൊഴിമുത്ത്. കരം ഉയരുന്നില്ലല്ലോ. മഹാത്മാഗാന്ധി ബൈബിൾ വായിച്ചെന്ന് നമ്മുടെ ബൈബിൾ ഇപ്പോൾ ഷോക്കേസിനകത്തിരിക്കുക. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് അഹിംസ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. 2-ാമത്തെ പ്രഭാഷണം കാർഗിക പ്രസക്തിയുള്ള യുഗാന്ത്യ പ്രകാശം. അതിൻ്റെ പ്രത്യേകത ഒലിവുമല പ്രഭാഷണം. അത് എസ്കറ്റോളജി അതിൽ തുടങ്ങുന്നു. അതിനോടനുബന്ധിച്ച് 3-ാമത്തെ പ്രഭാഷണമുണ്ട്, മാളികമുറി പ്രഭാഷണം. ആത്മീയമന്ന ബൈബിൾ കോളേജ്, വെള്ളറട പാറശാല ബൈബിൾ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, അപ്പച്ചമാർക്കും അമ്മച്ചിമാരുടെ ശ്രദ്ധയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ കാലിക പ്രസക്തിയുള്ള 3 പ്രഭാഷണം. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. ഇത് ഒലിവുമല പ്രഭാഷണം. നാളെ അവസാനം മാളികമുറി പ്രഭാഷണം. അങ്ങനെയെങ്കിൽ ഓശാന പെരുന്നാളിൽ ബൈബിൾ കൂടെ മത്തായി 24:1-2 ഓശാന പെരുന്നാളിൽ അവൻ ദൈവാലയത്തിൽ വരുന്നു. ഇവിടെ കുറച്ചുണ്ട് ചിന്ത. അവൻ ദൈവാലയത്തിൽ ഓശാന പെരുന്നാൾ വന്നു, ആലയത്തിന്റെ പണി കാണിച്ചു. നാളെ അത് ചിന്തിക്കും. ശിഷ്യന്മാരോട് പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പോൾ അത് ഇടിഞ്ഞു പോകും. ബൈബിൾ കൂടെ മത്തായി 24:3-4-5 ബൈബിൾ. ഒലിവുമലയിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു. യേശുവേ, ഇന്ന് പകൽ താങ്കൾ കാലിക പ്രസക്തിയുള്ള വരുവാനിരിക്കുന്ന കാലത്തിൻ്റെ ഒരു ഘനഗംഭീര്യമുള്ള പ്രഭാഷണം നടത്തി. അനവധി പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടു. ഗന്നസരത്തിലും ഗദസമനയിലും അതുപോലെ തന്നെ കാനാവിലെ കല്യാണ വീട്ടിലും നയിൻ്റെ പട്ടണത്തിലെ വിധവയുടെ അടുത്തും എരികോയുടെ തെരുവീതിയിലിരുന്ന മകൻ്റെ അടുത്തൊക്കെ പറഞ്ഞതിന് വിപരീതമായി ഇന്ന് പകൽ ആലയത്തിനകത്തൊരു പ്രഭാഷണം പറഞ്ഞു. നിന്റെ വരവും ലോകാവസാനം. മത്തായി 24:3-4-5 ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം. ഉടനെ യേശു പറഞ്ഞു, കാരക്കോണം മെഡിക്കൽ കോളേജ് വരുമെന്നല്ല, വെള്ളറുടെ IIT കോളേജ് വരുമെന്നല്ല, കുരിശുമല തീർത്ഥാടന കേന്ദ്രമെന്നല്ല. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവി. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. അങ്ങനെ ഇന്ന് പിന്നെ പാസ്റ്റർമാരെന്നുള്ള പേരൊക്കെ പോയി. ഞങ്ങളെപ്പോലെ പഴയ കുട്ടിയൊക്കെ പാസ്റ്റർമാരെന്നുള്ള പേരുള്ളൂ. സന്തോഷമില്ലല്ലോ. ഇന്നെല്ലാം പ്രോപ്പറ്റ. സന്തോഷമില്ലല്ലോ. പപ്പറ്റെന്ന് പറയുന്നില്ല. മനസ്സിലാകുന്നവർക്കായി എല്ലാം പ്രവാചകന്മാരാ. മനസ്സിലാകുന്നവർക്കായി ആദിയിൽ വചനം, വചനം ദൈവത്തോട്, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. ഞാനൊരു പ്രവചനത്തിനും എതിരല്ല, ഒരു പ്രവാചകന്മാർക്കും എതിരല്ല. പക്ഷേ വചനമില്ലാത്ത പരിപാടി ശരിയല്ല. മനസ്സിലാകുന്നവർക്കായി 2 സ്ഥലത്ത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ ക്ലാസ് എടുക്കുന്നതാണ്. സ്വോത്രം. കഴിഞ്ഞ 2 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ ഒരു പയ്യൻ കഴിഞ്ഞ ആഴ്ച ഒരു യോഗത്തിൽ കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു, സാറ് ക്ലാസ്സൊക്കെ എടുത്തതിൻ്റെ നോട്ടുണ്ട്, അന്ത്യകാല സംഭവങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, സൂക്ഷിച്ച് വെച്ചാൽ എവിടെയെങ്കിലും പ്രസംഗിക്കാം. അന്നേരം പുള്ളി എന്നോട് പറയുക, ജഷൻ കുമാർ സാറ് പാസ്റ്റർ
പാസ്റ്ററിന് ഒരു മേജർ ഷിഫ്റ്റ് വരാൻ പോകുവാന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഷിഫ്റ്റ് വന്നില്ലേലും വേണ്ടിയല്ല, ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, ഷിഫ്റ്റ് ബസ് ഇടിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അന്തമാന തപ്പാന പറയുന്നത് എന്ത് വാലിബർ എന്ത് നാളുകളിൽ ഇരിക്കരുത്. ചേച്ചിമാർ പോകരുത്. സ്വർണ്ണവള പോയാൽ 1 ലക്ഷം. സന്തോഷമില്ലല്ലോ സ്വോത്രം. ആവശ്യമില്ലാതെ അവരുടെ അടുത്ത് കാണുമ്പോൾ ചേച്ചി இந்த நாள்களில் ஒரு வளைய கொடுக்குங்க அவன் தான் நன்னா இருக்குது 1 லட்சம். இந்த மாதிரி போய் பேசுது. ഒരു കാലത്ത് കാരക്കോണത്തും കുന്നത്തുകാലും നാറാണി ധനുവച്ചപുരവും നീലമാമ്പോടും അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇല്ല, നമ്മൾ മരമടിച്ചൊന്ന് വൃത്തിയാക്കിയതുകൊണ്ട് ഇപ്പോൾ സന്തോഷമുണ്ട് മനസ്സിലാകുന്നവർക്കായി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുന്നത്തുകാലിൽ ചിലർ വാലുപൊക്കും മനസ്സിലാകുന്നവർക്കായി. അവനെല്ലാം പെരേ കയറും മനസ്സിലാകുന്നവർക്കായി. இந்த നാളുകളിലെ ഒരു വാലിബൻ പേശിയിരിക്കുന്നത് യേശുവെ പാത്തിരിക്ക 1.5 കോടി കിട്ടുമെന്ന് സ്വോത്രം. സന്തോഷമില്ലല്ലോ സ്വോത്രം. യേശുവിനെ കണ്ട 1.5 കോടി. 800 പഞ്ചായത്തിലാണ് ഞാൻ കേരളത്തിൽ പ്രസംഗിച്ചത്. തിരുവനന്തപുരം ജില്ല 1800 രാത്രി ഞാൻ പ്രസംഗിച്ചു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 2000 തികയ്ക്കും മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പ്രസംഗിക്കാതെ ഒരു സ്ഥലമില്ല. 801 പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി പോയി. இந்த നാളുകളിലെ പേശുകരുത് പുൽപ്പള്ളി. അവിടെയും പോയി 4 നാൾ. 801 പഞ്ചായത്ത് 1.5 കോടി പോയിട്ട് ഒരു 5 ലക്ഷം കിട്ടിയിരുന്ന യഹോവയിലേക്കും എല്ലാവർക്കും ഇച്ചിരി വണ്ടി കൂലി കൊടുത്താണ് സ്വോത്രം. ഇതായിരിക്കുന്ന നമ്മുടെ അരുമയാണ് ഊളിയക്കാരൻ ഭാഷ, എൻ്റെ പഴയ ഭാഷ സ്വോത്രം. ഇതായിരിക്കുന്നു ഇങ്ങനൊക്കെ പറഞ്ഞ് ചേച്ചി വീട് വരും, കാറ് വരും, മേനെ തെക്കേ ഉർവശിൽ മോനെ തെക്കേ അമേരിക്കയ്ക്ക് വിടും എന്നൊക്കെ പറയുന്ന ഒരു സ്വോത്രം. ചില ചേച്ചിമാർ വിചാരിക്കും ഭാഷ പറയുന്നത് ശരിയാ. വള കൊടുക്കല്ലേ ചേച്ചി, സ്വർണ്ണത്തിന് നല്ല വില, എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചവല്ലോ കിട്ടും മനസ്സിലാകുന്നവർക്കായി. ചിലർ പറയും കാണിക്കൊന്നും വേണ്ട, കയ്യിൽ ഒരു വളയെ കൊടുക്കുങ്ക അയ്യാ എന്താ മാതിരിയൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ പ്രസംഗം കേൾക്കുന്നവരാ. രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മരണാനന്തര ജീവിതം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം. അപ്പോൾ വിടുതലൊക്കെ വേണ്ടേ അമ്മച്ചി? ഒരു കാര്യം, മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിച്ച് നിൻ്റെ പുൽപ്പായ്ക്കകത്ത് മുഴങ്കാൽ മടക്കിയാൽ കുറ്റിക്കാട് ഒരു വീട് തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഒരു കുഞ്ഞിനെ വെളിനാട്ടിൽ വിടുന്നവനാ സ്വർഗത്തിലെ ദൈവം. നിൻ്റെ സൈക്കിൾ മാറി ഒരു മാരുതിയുടെ കാറും ദൈവം തരും മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ചുമ്മാതെ ഇന്ത മാതിരി കുന്നത്തുകാലും വെള്ളറുടെയൊക്കെ ഇങ്ങനൊക്കെ പോവും, പല കാര്യങ്ങളിൽ പോവും. അങ്ങനെ ഒന്നും വരരുത് സ്വോത്രം. രക്ഷിക്കാൻ സംഗതിയില്ലാത്ത സത്യസുവിശേഷത്തിൻ്റെ വക്താക്കളായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവവചനം ഉയർത്തുന്ന ഒരു കൂട്ടം വെള്ളറടയിൽ അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഇതിനെ ബേസ് ചെയ്താൽ പ്രഭാഷണം പോകുന്നത്. മത്തായി 24, 32, 33, 34, 35 ബൈബിൾ കൂടെ വായിക്കത്തില്ല. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനെടുക്ക വാതിൽക്കൽ ഒരുവൻ്റെ കയ്യിൽ ഭരണം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരൻ്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരൻ്റെ വരവിലും. താടൻ മലയാളം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ 6 ലക്ഷണങ്ങൾ. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിലെ മാറ്റം, 4 ഏകലോക മതം, 5 നോഹയുടെ കാലം, 6 ലോത്തിൻ്റെ കാലം. 2 കാര്യങ്ങൾ ഇന്ന് രാത്രി, ബാക്കി നാളെ. വൺ മോർ ടൈം റിവൈസ്. കാന്തൻ്റെ വരവിൻ്റെ 6 ചാലുകൾ. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ, 4 ഒരു ഏകലമ ലോകമതം എഴുന്നേറ്റ് വരും, 5 നോഹയുടെ കാലത്തെ പോലെ യെല്ലോയും മാംഗോയും പൈനാപ്പിളും ഓറഞ്ചും ഇവിടെ ഇറങ്ങി വരും, 6 ലോത്തിന്റെ കാലത്ത് തീ പോലെ തീ ഇറങ്ങുന്ന ഒരു കാലം. അതിനാസ്പദമായി ഇന്ന് രാത്രി ഒരുവനെ കാത്തിരിക്കുന്നു. ഇവിടെയാണ് ശ്രദ്ധ. 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഒരുവൻ ഭരണത്തിൽ വന്നു, അവൻ്റെ പേര് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന, ലോകരാജ്യങ്ങൾ ഒരു കുടക്കീഴിൽ. 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. അന്ന് ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇന്നുമുണ്ട് അന്തോണീസ് കുട്രാസ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേൽ 1948 മെയ് 14 യഹൂദൻ സ്വതന്ത്രമായി. 2028 ആകുമ്പോൾ 80 വർഷം തികയാൻ പോകുന്നു. ഇന്ന് രാത്രി കോട്ടുകോണത്ത് ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ 7 രാഷ്ട്രങ്ങളുമായിട്ട് അവൻ അടിയുണ്ടാക്കുന്നു. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 യമൻ, 5 ടർക്കി, 6 ഖത്തർ. ഇനി അവൻ പാകിസ്ഥാനെ അടിക്കും. ഒക്ടോബർ 7 അവനെ അടിച്ച സകല രാജ്യങ്ങളെ അടിക്കും. അതാ ആമോസ് 2:5 വലിയ പ്രവചനമാണ്. അത് നമുക്ക് വെള്ളറടയിൽ ചിന്തിക്കാൻ എടുത്ത കൺവെൻഷൻ. ഞാൻ യെരുശലേമിനകത്ത് ഒരു തീ അയക്കും, യഹൂദയുടെ അരമനകളെ ദഹിപ്പിച്ച് കളയും. അതിൻ്റെ പുറകെ ആമോസ് 1:6 ഗാഡ് ബേസ് ചെയ്ത് അടുത്ത കൺവെൻഷനിൽ നമ്മൾ പ്രസംഗിക്കും. ഈ 2 സംഭവം വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധം. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ. ഓൺ ഗോയിങ് ദ പാനിക് സിറ്റുവേഷൻ ആഫ്റ്റർ ദ കോവിഡ്. ഇസ്രായേൽ ഈസ് സ്ട്രൈക്കിംഗ് 223 October 7.
running your media, running your newspaper. The seven countries targeted by Israel: number 1 Hamas, number 2 Hezbollah, number 3 Syria, number 4 Yemen, number 5 Turkey, number 6 Iran. That's the seventh one. ഈ കൺവെൻഷൻ പോസ്റ്റ് അടിക്കുമ്പോൾ പാസ്റ്റർ കണ്ടു ഖത്തറിന്റെ മേളിലും. കഴിഞ്ഞ ദിവസം ട്രിബൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹമാസ് എവിടെ ലോകത്തിൽ എവിടെ ഇരുന്നാലും ഇനി ഇന്ത്യ ഇരുന്നാലും ഞങ്ങൾ തീർക്കും, മതിലുകളില്ല. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു ഇതിന്റെ പിൻപിൽ മൂന്നാം ലോകം മഹായുദ്ധം. എന്താ വെച്ചാൽ ഒരുവൻ ലോകത്തിന് സമാധാനത്തിൽ ഭരണം കൊണ്ടുവരണം. ഇവിടം തൊട്ട് ചിന്ത ഇതിനാസ്പദമായി 2024 G20 ഉച്ചകോടി GST ബേസിൽ ലോകരാജ്യങ്ങളെ വിളിച്ചുകൊണ്ട് വാണിജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തമിഴ്നാട്ടുകാരി നിർമ്മല സീതാരാമൻ, അരുമയാന മിനിസ്റ്റർ, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുവൻ ലോകം ഭരിച്ചാൽ നന്നേ. ബാക്കി 2025 നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി മോഡി സാർ അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു. 7000 കോടി അബുദാബിയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ചാനലുകാർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, മോഡിജി ഇതറാക്കിയ കച്ച ബാത്ത് ബദാനാ ചായി, അബുദാബിയിൽ വന്നൊരു നല്ല കാര്യം. മോഡി സാർ പറഞ്ഞ വീട് കാറല്ല, ഭായിയോ ബഗനോ ഇസി തരം സെ സുന്ന ജായത അപ്പനാ ദുനിയ ശാന്തി സമാധാൻ ബർക്കത്ത് മിൽനെ കെ ലിയെ ഏക് ആദ്മി കുർസി മേ ബൈഠേഗാ തോ അച്ഛാ ഹൈ. ലോകത്തിന് സമാധാനം കിട്ടാൻ ഒരുവൻ കസേര ഇരിക്കണത്. 2024 ഏറ്റവും നിർണായകമായി ബ്രിക്സ് ഉച്ചകോടി ആരൊക്കെയായിരുന്നു? ലോകരാജ്യങ്ങൾ. റഷ്യയിൽ 3 ചേട്ടന്മാർ കരമുയർത്തി. 1 ആരാ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 2 ചൈനയുടെ പ്രസിഡന്റ് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. എവരാ? മാഗോഗ് അഥവാ ഇസ്രയേലിനെതിരെ എഴുന്നേറ്റ് വരുന്നു. ആ സമയത്ത് മോഡി സാറും കരമുയർത്തിയിട്ട് പറഞ്ഞു, ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കാം. അന്നത്തെ ആദ്യത്തെ ടോർപ്പിഡ് അമേരിക്കക്കെതിരെ അവന്മാർ വെച്ചു. അത് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള വിരോധം. എന്താ പറഞ്ഞെന്നറിയോ? എണ്ണ വില, ക്രിപ്റ്റോ കറൻസി, ഗൂഗിൾ പേ അടിക്കുന്ന പോലാക്കാൻ, ഡോളർ ഇടപാട് അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പോക. അന്ന് തൊട്ട് ട്രംപുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. 2024 ഡിസംബർ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ, ആലുവ നമ്മുടെ ശിവഗിരി മഠാധിപതി, നമ്മുടെ പാണക്കാട് ഹൈദരലി ശിഹാബ്, നിങ്ങൾ ഇവരെല്ലാം വത്തിക്കാനിൽ പോയി. അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞ ഒരു നല്ല കാര്യമുണ്ട്, ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കാം. ഇന്ന് രാത്രി ഇവിടെ വന്നില്ലെങ്കിൽ, കോട്ടൂക്കോണം വന്നില്ലെങ്കിൽ, നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരുന്നു ആലുവ ശിവഗിരി മഠത്തിനകത്ത്. 2025 കേൾക്കണം, ജനുവരി മാസം 25-ാം തീയതി സ്വിറ്റ്സർലൻഡിൽ ഒരു കോൺഫറൻസ്. 125 രാജ്യങ്ങൾ പങ്കെടുത്തു. ഒരു ഗവൺമെന്റ്, ഒരു പാസ്പോർട്ട്, ഒരു കമ്പ്യൂട്ടർ, ഒരു ടിക്കറ്റ്. അതിന് മലയാള മനോരമ എഴുതി അതിരുകളില്ലാത്ത ലോകം. അത് കേട്ട ഉടനെ 6 രാജ്യങ്ങൾ പറഞ്ഞു ഒറ്റ വിസയിൽ പോകാം. സൗദി, UAE, ഖത്തർ, കുവൈറ്റ്, ബഹറിൻ, മസ്കറ്റ്. ഇവര് പറഞ്ഞു, ചേട്ടാനിയ ഒരു വിസയുണ്ടെങ്കിൽ 6 രാജ്യത്തേക്കും. മലയാളം പത്രം വായിച്ചവർക്കായി. അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെന്റ്, ഒരു വിസ, ഒരു പാസ്പോർട്ട്, ഒരു മൈക്രോ ചിപ്പ്. ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരുമോ? ഈ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ യഹൂദന് വേണ്ടി ഒരുവൻ എഴുന്നേറ്റ് വരും. എതിർക്കു വായിക്കുന്നു ബൈബിൾ കൂടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മോൻ വായിച്ച് സഹായിക്കണം, പടപട വായിക്കണം. വെളിപ്പാട് 13-1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. അപ്പോൾ 10 കൊമ്പും അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും എപ്പോൾ? ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ. ഇസ്രയേലിന്റെ കാര്യം, ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ഈ സംഭവം. അതിങ്ങനെ അന്തിമ യുദ്ധത്തിലേക്ക് വരാൻ പോവാ. ആഫ്റ്റർ ദ വേൾഡ് വാർ 10 കൊമ്പ്. ആരാ 10 കൊമ്പ്? എല്ലാവരും കേൾക്കണം. യൂറോപ്യൻ യൂണിയനാ 10 കൊമ്പ്. 2001 സോവിയറ്റ് യൂണിയൻ പോയി. സോവിയറ്റ് യൂണിയൻ പോയപ്പോൾ യൂറോപ്പ് വന്നു. 12 രാജ്യങ്ങൾ കോട്ടവകാശം. ബാക്കി എല്ലാവരും ചായ കുടിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് 30 രാജ്യങ്ങൾ. ഏതൊക്കെ? 12 രാജ്യങ്ങൾ: ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. കാരക്കോണത്തെ മത്സ്യമാമ മീൻ്റെ വാല് വെട്ടുന്നത് പോലെ. മനസ്സിലാകുന്നവർക്കായി. ഇതാ കിടക്കുന്നു, ബ്രിട്ടനെ ദൈവം വെട്ടി. അതുകൊണ്ടില്ലേ പിള്ളേരെല്ലാം UK. മനസ്സിലാകുന്നവർക്കായി. പാസ്റ്റർ പാറശാല ചെന്ന് അമ്മച്ചിയോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെവിടെ? അമ്മച്ചി പറഞ്ഞു, മൂത്തവൻ UK, രണ്ടാമത്തവൻ അയർലൻഡ്, കൊച്ചുമോള് മാൾട്ടാദ്വീപി. മനസ്സിലാകുന്നവർക്കായി. ഇപ്പം അമ്മച്ചി വേലക്കാരിയുണ്ട്. വേലക്കാടി ചാടാതിരിക്കാൻ നല്ലൊരു പാട്. വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ എന്നെ ഓർത്ത ഈശനെ. മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞുങ്ങളെല്ലാം പോയില്ലേ? അവരെ കുറ്റം പറയുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. 12-ൽ 1 പോയി. അതാ യൂറോപ്പ് 11. ഒന്നുകൂടെ പോയാൽ ആന്റി ക്രൈസ്റ്റ് വരും. അതിനു മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച മക്കളെ ചേർക്കാൻ കാന്തൻ വരും. ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ 10 കൊമ്പ്. വായിക്കാം. 7 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇന്റർനെറ്റ് വഴി ഒരുവൻ ഭരിക്കും. 7 തലയ്ക്ക് പ്രത്യേകം
ക്യാപിറ്റോളിൻ, പാലിറ്റേരിയൻ, അവന്റൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനിരിക്കുന്ന സ്ഥലം വഴിയൊരുക്കും. ആന്റി ക്രൈസ്റ്റ് അദ്ദേഹമൊന്നുമില്ല. അടുത്ത വാക്ക് വായിച്ചാട്ടെ. കൊമ്പുകളിൽ 10 രാജമുടി. പിണറായി ശിഖ ഒറ്റയ്ക്കല്ല, ശിവൻകുട്ടി ചേട്ടനുണ്ട്, അത് കഴിഞ്ഞ് ബാഷവൻ ചേട്ടനുണ്ട്, വീണ ജോർജ് ഉണ്ട്. 10 രാജ്യങ്ങൾ വീണ്ടും യൂറോപ്പിനോട് ചേരും. അമേരിക്ക എല്ലാവരും കാലുകൊണ്ട് തൊഴിക്കും. അതുകൊണ്ട് ട്രംപ് കിടന്ന് നിലവിളിക്കുന്നത്. അടുത്ത വാക്ക് വായിക്കാം. തലയിൽ ദൂഷണനാമങ്ങൾ. എതിർക്കസു, തുമ്പുകെട്ടയിടയൻ, നാശയോഗ്യൻ, വരുമാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ. ഇതെല്ലാം ഒരുവന്റെ പേര്. അടുത്തത് ഉള്ളൊരു മൃഗം. ഉള്ളൊരു മൃഗം. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഒരു ഭരണാധികാരി ജനത്തിന്റെ ഇടയിൽ നിന്ന് കയറും. പൂവാറിലെ സമുദ്രത്തിൽ നിന്നല്ല, ജനത്തിന്റെ ഇടയിൽ നിന്ന്. അടുത്തത് ഞാൻ കണ്ട മൃഗം. പുള്ളിപ്പുലിക്ക് സദൃശം. പുള്ളിപ്പുലിയ ഇന്നത്തെ ഗ്രീസ്, ഒറ്റക്കൊമ്പൻ. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. ഇന്നത്തെ ഇറാൻ, ദാര്യാവേശും കോരശും. അടുത്തത് വായ് സിംഹത്തിന്റെ വായ് പോലെയും. ഇറാഖ് തലയിട്ട് നിറക്കുന്ന നായാട്ടുവീരന്മാർ, IS ഇതിന് പിന്തുണ കൊടുക്കും. അടുത്തത് അതിന് മഹാസർപ്പം, ശക്തിയും വലിയ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുക്കും. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. അതിന്റെ പേരാ ലോകം ഒരുവൻ ഭരിക്കും. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? അതിനു മുമ്പ് ഇവിടുന്ന് ടിക്കറ്റ് മേടിച്ച് രക്ഷപ്പെട്ടോണം. വായിക്കാം വെളിപ്പാട് പുസ്തകം 17:8-9. ബൈബിൾ കൂടെ. യോഹന്നാനെ നീ കണ്ട മൃഗം. വായിക്കാം വെളിപ്പാട് 17:8-9. വായിച്ചവനെ നീ കണ്ട മൃഗം ഉണ്ടായിരുന്നത്. റോമാ സാമ്രാജ്യം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ജനാധിപത്യ ഭരണം. അടുത്തത് ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. വായിക്കാം നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും. അടുത്ത വാക്ക് ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തോണം. അതിനായി കോട്ടുകോണത്ത് കൺവെൻഷൻ വെച്ചേക്കുന്ന. വായിക്കാം അടുത്ത വാക്ക്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. മതി, അവിടെ നിൽക്കട്ടെ മോൻ. കണ്ടോ ഈ കുഞ്ഞു വായിച്ചത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ ഈ മൃഗത്തെ കാണും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോവും? കരമുയരുന്നില്ലല്ലോ, കാന്തന്റെ വരവിലെടുക്കപ്പെടും. അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ചില ടിക്കറ്റ് ഉണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് അല്ല, ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ വരും. ഇതാ കൺവെൻഷൻ. അത് ബാക്കിയെല്ലാം ആന്റി ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ ഈ മൃഗം എപ്പോൾ വരും? ദാനിയേൽ പ്രവചനം 8:23-24-25. ബൈബിൾ കൂടെ. പഴയ നിയമത്തിലെ വെളിപ്പാടാ ദാനിയേൽ. ബാബേലിനകത്ത് പ്രിയപുരുഷൻ ദാനിയേൽ 12 അധ്യായം. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ വെളിപ്പാടിനകത്ത് 27 പുസ്തകത്തിന്റെ അവസാന പുസ്തകം 22 യോഹന്നാൻ പത്മോസിൽ. അപ്പൊ പഴയ വെളിപ്പാടാ 27ാമത്തെ പുസ്തകം ദാനിയേൽ എഴുതിയിട്ടുണ്ട്. ഒരുവൻ ഭരണത്തിൽ വരും. ദാനിയേൽ 8:23-24-25. ബൈബിൾ കൂടെ. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് തുറന്നാട്ട ബൈബിൾ വായിക്കാൻ മോനെ. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ അന്ത്യകാലത്ത്, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, കണ്ടില്ലേ പോലീസുകാരെല്ലാത്തിനായിട്ട് ചവിട്ടുന്നില്ല. ഇതെല്ലാം ജനങ്ങൾ ഇളകും. നേപ്പാളിലൊക്കെ കണ്ടില്ലയോ JN കൂട്ടായ്മ? വാട്സപ്പിനകത്ത് ജനം കൂടും. വെള്ളറടയിലും ഒക്കെ ജനം ഇളകുന്ന ഒരു കാലം വരും, അന്ത്യകാലം. അവരുടെ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ വായിക്കാം. ഉഗ്രഭാവവും ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന്റെ കയ്യിൽ ലോകഭരണം കൊടുക്കും. ലോകത്തിന് രക്ഷയില്ല. കേരളത്തിൽ തന്നെ ശമ്പളത്തിന്റെ പ്രശ്നം, അമേരിക്ക ടാക്സ്, റഷ്യ ഉക്രൈൻ അടി, ഇസ്രയേൽ നാട്ടുകാരെ എല്ലാം ഓടിച്ചിട്ട് അടിക്കുന്നു. ഇന്ന് ലോക നേതാക്കൾ പറയുന്ന ഒരച്ചായന്റെ കയ്യിൽ ഭരണം കൊടുക്കാം, അവൻ അടുക്ക വാതിൽക്കൽ. കരമുയർത്തുന്നവർക്കായി കൊടുത്തേ പറ്റത്തോള്, മനസ്സിലാകുന്നവർക്കായി. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ വായിക്കാം മോനെ. അവന്റെ അധികാരം വലുതായിരിക്കും. അതാ ഇന്റർനെറ്റ് കിക്കി കുക്കു. അതാ ഇന്ന് ലോകം മൊത്തം വല. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ലോകം ഒരു വലയിലേക്ക്. മലയാളത്തിന്റെ പ്രത്യേകത അറിയാം. കാരക്കോടത്തെ സിസിലി ചേച്ചി കിണറ്റിയിടുന്ന വലയല്ല. മനസ്സിലാകുന്നവർക്കായി ഇന്ന് ലോകം മുഴുവൻ ഒരു വല വന്നു. ഇന്റർനെറ്റ് കണ്ടില്ലേ, എല്ലാവരും റാഞ്ചിക്കൊണ്ട് പോയിരിക്കുന്നു. അതിനാസ്പദമായി മൊബൈൽ ഫോണെല്ലാം മാറാൻ പോകുന്നത് സാറ്റലൈറ്റ് വഴി. കണ്ടില്ലേ, ലോകം മുഴുവൻ ഭരിക്കൂ. രണ്ട് അജി ബ്രദർ അവിടെ ഇരിക്കുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നു. അമേരിക്കയിൽ ഇരുന്ന് കാണാൻ കയറും വേണ്ട, വയറും വേണ്ട. മനസ്സിലാകുന്നവർക്കായി 110 രാജ്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മിനിറ്റ് കടമെടുത്ത് കോഴിക്കാനം ഏലപ്പാറ മലയുടെ മേളിൽ ABTയുടെ പ്ലാന്റേഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ നല്ലൊരു പെട്ടിയായിട്ട് വന്ന്. ഞാൻ പറഞ്ഞു ലണ്ടനിലും കണ്ടു പോകുന്നവനാന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അവൻ വന്നിട്ട് പെട്ടി തുറന്ന് ഒരു ക്യാമറ, ഒരു ലാപ്ടോപ്പ്, ഒരു ചെകുത്താനെ കൊണ്ട് ഇതാ ഇവിടെ കുത്തിവെച്ചേക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്തോ പാസ്റ്റർ, ഇത് പുതിയ ടെക്നിക്കൽ ഡിവൈസ് വന്നു. അവൻ പറഞ്ഞ് റിലയൻസിന്റെ മോഡമാണ് ചെകുത്താൻ. സ്വോത്രം. ഞാൻ ചോദിച്ചു, നിന്റെ പഴയ പടമെടുക്കുന്ന വണ്ടി എവിടെ? അതൊക്കെ എന്നേ വിറ്റ് കാശാക്കിയെന്ന്. കരമുയർത്തുന്നവർക്കായി OB വാനും വേണ്ട, ഒരു വാനും വേണ്ട, ഒരു ചെകുത്താൻ, ഒരു വയറ്, ഒരു കയറ്. മനസ്സിലാകുന്നവർക്കായി 110 രാജ്യങ്ങൾ. കുഞ്ഞമാമയ്ക്ക് സന്തോഷം. 2 അവൻ കൊണ്ടുപോയി. റിലയൻസും എലോൺ മസ്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എയർടെല്ലും കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി ഇനി ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ കോട്ടൂക്കാണുകാർക്ക് കേൾക്കാം, നിങ്ങളുടെ വീട്ടിൽ വരുന്ന കേബിൾ സന്തോഷമില്ലല്ലോ. ഏഷ്യാനെറ്റിന്റെ കേബിൾ
വരുന്നുണ്ട് കേരള വിഷൻ്റെ. ഇതെല്ലാം അറത്ത് നല്ല തുണി ഉണക്കാം മനസ്സിലാകുന്നവർക്കായി. ചിലർക്ക് റബ്ബർ ഷീറ്റും വിരിക്കാം കോട്ടുകോണംകാരുടെ ഭാഷയെ പറഞ്ഞാൽ. ഇനി ഇതൊന്നും വേണ്ട. ചെകുത്താൻ്റെ 2 മുള്ള ടവറിൽ നിന്ന് കിട്ടും മനസ്സിലാകുന്നവർക്കായി. 4 കുത്ത്, ഒന്ന് അച്ചാൻ്റെ ഇയർഫോൺ കയറ്റാം, ഒന്ന് TV കയറ്റാം, ഒന്ന് വൈഫൈ കയറ്റാം മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പേര് റിലയൻസിൻ്റെ മോഡ്, തെങ്ങേല മോഡമല്ല, പുതിയത് വന്നു മനസ്സിലാകുന്നവർക്കായി. എല്ലാ അധികാരവും ഒരുവന്റെ കയ്യിൽ മനസ്സിലാകുന്നവർക്കായി. അന്ത്യകാലം ഇവിടെ വരാൻ പോരുന്ന അവൻ്റെ അധികാരം വലുതായിരിക്കും. ഇന്റർനെറ്റ് ലോകത്തെ കാർന്ന് തിന്നുന്നു. ഇത് മാത്രമല്ല, ഇനി ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഇനി ഇന്ത്യ എന്നെടുക്കുന്നപ്പോൾ സാറ്റലൈറ്റ് വഴി എവിടെ സംസാരിക്കാൻ, ടവർ വഴി അമേരിക്കയെ കൊണ്ടുപോയാലും കിട്ടുക സാറ്റലൈറ്റ് ഫോൺ. വരാൻ പോകുന്നു സിം വേണ്ട, അതിവേഗ സാറ്റലൈറ്റ് ഫോൺ നെറ്റ്വർക്ക്, ഏറ്റവും വലിയ നെറ്റ്വർക്കുമായി എലോൺ മസ്ക് വരാൻ പോകുന്നു. അന്ത്യകാലം. ബാക്കി നാളെ ഞാൻ പറയാം. അടുത്ത വാക്ക് വായിച്ചോട്ട് മോനെ. സ്വന്തം ശക്തിയാലല്ല താനും അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും ചെയ്യും. മതി. ഇതാ വരുന്നു ഏകലോക ഭരണം. ന്യൂ വേൾഡ് ഓർഡർ ഒരു ഭാഗം. ഒരുവൻ വന്നാൽ ഇവിടെ തൊട്ട് ചിന്ത ആരംഭിക്കുന്നു. ഒരുവൻ ലോകഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യും? ഒന്ന്, അവൻ നിയമത്തെ കയ്യിലെടുക്കുക. ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. സമാധാനത്തോട് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മാറിയപ്പോൾ ശ്രീമാൻ പിണറായി വിജയൻ വന്നത് അതിൻ്റെ പോലീസ് അധികാരികളെ മാറ്റി, ഗവൺമെൻറ്റിൻ്റെ പ്ലീഡർ മാറ്റി, DGPയെ മാറ്റി. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കയ്യിൽ നിന്ന് ശ്രീ മോഡിജി അധികാരം വന്നത്, ഗവർണറെ മാറ്റി, വ്യോമസേന എല്ലാവരെയും മാറ്റി. അധികാരി വന്നാൽ അവൻ ആദ്യം നിയമത്തെ കയ്യിലെടുക്കുക. എവിടാ നിയമം? ഇവിടം തൊട്ട് പ്രഭാഷണം. ഒന്നാമത്തെ നിയമം ബൈബിളിൽ ഉൽപ്പത്തി 1, ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം 1 പ്രപഞ്ചം, 2 മനുഷ്യനെ സൃഷ്ടിച്ചു. അതാ എവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു? ഇവിടം കൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. എവിടെയാ മനുഷ്യനെ സൃഷ്ടിച്ചതെന്നറിയാമോ? സൃഷ്ടിച്ചത് ഏദനിലല്ല, ഇറാഖിന്റെ വടക്കേറ്റ് ഒരു നദി ഒഴുകുന്നു. അതിന്റെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിന്റെ അക്കരെ ഒരു മണ്ണുണ്ട്, എത്യോപ്യ. അവിടുന്ന് 6 ഘടകമെടുത്ത മനുഷ്യനെ സൃഷ്ടിച്ച സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണിൽ നിന്നാണോ? തെറ്റ്. നിലത്തെ പൊടി. ബൈബിൾ എടുത്ത് നോട്ട് ചെയ്യണം. ഉൽപ്പത്തി 2:17 നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. 2 പൊടി. പറഞ്ഞുതരാം. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 ദാനിയേലേ, കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വാ കുഞ്ഞ്. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. സംഗീതം 90 വാസിക്കരുത്. അന്ത തമ്പി അഹരോൻ മരണത്തെ പാക്കരുത്. മോശ അരുമயான സംഗീതത്തെ കൊടുക്കരുത്. നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ. മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. വായിച്ചവർക്കായി. അതിൻ്റെ താഴെ കൊണപ്പെടാത്തൊരു വാക്യമുണ്ട്. അച്ഛന്മാരും പാസ്റ്റർമാരും വായിക്കത്തില്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാലും 50. എന്നെ പോലുള്ള പാസ്റ്റർമാരെ ഭാര്യയുടെ കൊടുക്കുക. എവിടെ പോയാലും പോട്ട് വേറെ ഞാൻ നോക്കിക്കോളാം മനസ്സിലാക്കുന്നവർക്കായി. ഒറ്റ പാസ്റ്റർമാരും വായിക്കാത്ത സങ്കീർത്തനം, മരണം വീട്ടിൽ സൗകര്യമാർ മാത്രം വായിക്കുന്ന സങ്കീർത്തനം 90. അപ്പം നിലത്തെ പൊടിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് എന്താ മനുഷ്യനെ മെനയാത്ത? മണ്ണിനകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 97 എലമെന്റ്സ്. മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. അതിൽ നിന്ന് മനുഷ്യനെ മെനയാൻ പറ്റത്തില്ല. ഈ റൂട്ട് വരും. പെരുങ്കടവിള, ആലത്തൂർ, പടപ്പിത്തോട്ടം, ബാലിയോട്. സന്തോഷമില്ലല്ലോ അങ്ങനെ സ്ഥലങ്ങൾ കേട്ടവർക്കായി സ്വോത്രം. അവിടെ നല്ല പാറയുണ്ട്. പാറയെന്ന് ആദമനെ ഹവ്വ എന്ന് മടയാൻ പറ്റത്തില്ല. പാറ പൊടിഞ്ഞാൽ പൊടി കിട്ടും. പാറപ്പൊടി. ആ പൊടിയാ സാൻഡ്. അതിനകത്ത് 17 മൂലകമുണ്ട്. മണ്ണിനകത്തെ കട്ടി മൂലകം പൊറോക്സോൺ. അപ്പോൾ നിലത്തെ പൊടിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ആദമിനെ മെനഞ്ഞു. ഇവിടെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ? സിട്ടാവായ ദൈവം ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദം ജീവനുള്ള ദേഹിയായി. ഇതാ ഞങ്ങളുടെ ദൈവം. കണ്ടു? സിട്ടാവായ ദൈവം നാസാരന്ധ്രങ്ങളിൽ കൂടി മൂക്കിനകത്തോട്ട് ശ്വാസം ഊതിയപ്പോൾ മമ്മേ, ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് കിംസ് അല്ല, ആദ്യത്തെ ICU ഉണ്ടാക്കിയത് നിംസ് അല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശ്വാസം ആദമന്റെ മൂക്കിനകത്ത് ഇറങ്ങിയപ്പോൾ അവന്റെ കാല് ചലിക്കാൻ തുടങ്ങി, തലമുടി അനങ്ങാൻ തുടങ്ങി, കിഡ്നിയുടെ ഫംഗ്ഷൻ ഓക്കെയായി, ഹാർട്ടിന്റെ ആർട്ടിക്കിളും വെൻട്രിക്കിളും ഹല്ലേലൂയ വർക്ക് ചെയ്യാൻ തുടങ്ങി, അവന്റെ ഇമ വെട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ ഞങ്ങൾക്ക് കരമുയർത്താം. ആരാ ഞങ്ങളുടെ ദൈവം? കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനായി ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് കോട്ടുകോണത് വിശ്വാസത്തോടെ പറയാം, എൽ ശദ്ദായ്, സകലത്തിന് മതിയായ ദൈവം. ഇന്ന് രാത്രി നിന്റെ കിഡ്നിയുടെ കൗണ്ട് മാറ്റുക. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അളവുകളെ മാറ്റുക. നിന്റെ ശ്വാസകോശത്തിന്റെ വിഷയങ്ങളെ മാറ്റുക. നിന്റെ തൈറോയിഡിനെ മാറ്റുക. നിന്റെ വേരിക്കോസിനെ മാറ്റുക. ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ.
ശബരവ ശൗഡല ശന്തര ദിഗജല അത്തുന വൈഡമനന്ദന പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി ഹല്ലേലൂയ എത്യോപ്യയുടെ മണ്ണിനകത്തിറങ്ങിയ ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്ന ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ കാര്യം. സ്തോത്രം. ആദമിന് ഗാഠനിദ്ര വരുത്തി. ബാക്കി കേട്ടാട്ടെ. ആദമിന് ഗാഠനിദ്ര വരുത്തി ഒരു വാരിയല്ലൂരി. ഈ ഗാഠനിദ്ര കണ്ട ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSC കേട്ടറ്റ ടീറ്ററ്റ എഴുതിക്കോ. ആ ഗാഠനിദ്ര കണ്ടിട്ട് ആദ്യം ആരാ ക്ലോറോബാം ഉണ്ടാക്കി. ക്ലോറോബാമിന്റെ ചേട്ടന്റെ പേരാ അനസ്തേഷ്യ. സന്തോഷമില്ലല്ലോ, അവറാച്ചാൻ തോമാച്ചാൻ. അനസ്തേഷ്യ ഉണ്ടാക്കിയത് ആരാന്നറിയാമോ? ജെയിംസ് സിംസൺ. കേട്ടോ, എഴുതിക്കോണം. PSCക്ക് വരും. PSC കോച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കോണം. എൻ്റെ പേര് ഓർമ്മയില്ലല്ലോ, ഇത് എഴുതിക്കോ. ഡോക്ടർ ജെയിംസ് സിംസൺ അനസ്തേഷ്യ കണ്ടുപിടിച്ച്. അത് പറഞ്ഞപ്പോഴും സന്തോഷമില്ലല്ലോ. പണ്ട് കാരക്കോണം മെഡിക്കൽ കോളേജ് ആരംഭിച്ച സമയത്ത് ആരാ കോട്ടുകോടത്ത് സോമൻ ചേട്ടൻ പല്ലെടുക്കാൻ പോകും. നല്ല ആരോഗ്യവാനായിരുന്നു. 85 കിലോ തൂക്കമുണ്ട്. മയങ്ങാൻ ഗുളികയും കൊടുക്കും, ഇതും കൊടുക്കും. സ്വോത്രം. ചേട്ടൻ മയങ്ങത്തില്ല. ഡോക്ടർ കാണുന്ന അടുത്ത പല്ലും എടുക്കണം. കമ്പൗണ്ടറോട് സിസ്റ്ററോടും പറഞ്ഞ് കൊടിൽ കൊണ്ടുപോകും. സ്വോത്രം. സോമൻ ചേട്ടൻ്റെ പല്ല് ഇപ്പോൾ ഊരിത്തരാന്ന് വാ പൊക്കാൻ പറഞ്ഞു. കമ്പൗണ്ടർ ഡോക്ടറോട് ഒറ്റ വലി. സിസ്റ്റർ പ്ലേറ്റ് കാണിച്ച് പല്ല് ചോര പഞ്ഞ് അന്തക്കാലം മുടിഞ്ചാച്ച് എന്ന് കരക്കോണത്ത് അരുമയാണ് പല്ലെടുക്കാൻ പോകുന്നത്. നല്ല ലേഡി ഡെന്റിസ്റ്റ്. അങ്ങ് സോമൻ ചേട്ടനെ ഇരുത്തത് നല്ലൊരു പാട്ട് ചെവിയിൽ ഇയർഫോൺ. വേഗം പൂത്ത് തുടങ്ങി, മോകം പെയ്ത് തുടങ്ങി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഈ ഊനിൻ്റെ മേലെ ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ. എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പൂച്ച മാന്തുന്നുള്ള സ്വോത്രം. സോമൻ ചേട്ടൻ ഒറ്റ മയക്കം. പല്ലൂരി സിസ്റ്റർ അവിടെ എല്ലാം പഞ്ഞിയും വെച്ച് ഒരു സ്റ്റിച്ച് വിട്ടിട്ട് സോമൻ ചേട്ടൻ്റെ അടുത്ത് പറയാം എഴുന്നേക്കാൻ. സോമൻ ചേട്ടൻ പറയാം പല്ല് പറിച്ചോന്ന്. ദോ ഇരിക്കുന്ന ട്രേന്ന്. മനസ്സിലാകുന്നവർക്കായി ഇതാ അനസ്തേഷ്യയുടെ ക്ലോറോബാമിൻ്റെ മൂത്ത ചേട്ടൻ അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി ഇതാ ബൈബിളിൽ നിന്ന് ഗാഠനിദ്ര വഴി അനസ്തേഷ്യ മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കുന്നത്. ആ ശാസ്ത്രജ്ഞൻ്റെ പേരാ ഡോക്ടർ ജെയിംസ് സിംസൺ. ബാക്കിയൂടെ കേട്ടോ മക്കള്. അദ്ദേഹത്തിന് എന്തിൻ്റെ അവാർഡ് കിട്ടി? നോബൽ സമ്മാനം. അദ്ദേഹത്തെ കാണാൻ ചാനലുകാരിലെ പത്രപ്രവർത്തകർ ചെന്ന് സാറിന് നോബൽ സമ്മാനം കിട്ടി. കാല് വയ്യ, ശരീരം ക്ലേശമുണ്ട്, പ്രായമായി. അദ്ദേഹം പറഞ്ഞു നോബൽ സമ്മാനം കിട്ടിയതല്ല, എൻ്റെ യേശുവിനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചതാ എൻ്റെ സന്തോഷം. സാധാരണ മനുഷ്യനല്ല. അവരെ കൊണ്ടുവന്നതാ ഏതൻ. പലരും പറയും ഏതല്ല സൃഷ്ടിച്ചെന്ന്. ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട്. അവരെ കൊണ്ടുവന്നതാ ഏതൻ. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുട്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ടല്ലേ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം. ഇങ്ക പക്കമേ ചർച്ച ഇരിക്കുന്നത്, കത്തലിക് ചർച്ച ഇരിക്കുന്നത്, മർത്തമായി ഇരിക്കുന്നത്, CSI ഇരിക്കുന്നത്. അങ്ക 2 പിള്ളേകൾ തിരുമണം കല്യാണത്തിന് വേണ്ടി വരും. എല്ലാ പിള്ളേരെ അച്ഛൻ മേടെ കയറ്റുമോ? പെങ്കൊച്ചിനെ ചെറുക്കനെ അവിടെ നിർത്തും. കൊയർ ഇങ്ങനെ പാട്ട് പാടും. അച്ഛൻ മാലയും മോതിരവും ഒക്കെ എടുക്കും. എന്നിട്ട് ഇങ്ങനൊരു പാട്ട് പാടും. എൻ്റെ കയ്യാലല്ല വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാട്ടി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്ത് വൈദിക ശമ്മാശന്മാരെ അനുഗ്രഹിച്ചു. അന്നേരം ഈ മോൻ അവിടെ പാടും. ഏതെന്തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. സന്തോഷമില്ലല്ലോ സ്വോത്രം. നമ്മൾ ശവക്കല്ലറെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്ക് അച്ഛൻ അരുമയാന പാടൽ. ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് മനുഷ്യനെ ഒളിപ്പിച്ച ദൈവത്തിൻ്റെ കരത്താൽ. അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസുകാരുടെ കല്യാണം. മനസ്സിലാകുന്നവർക്കായി പാറശാല ഷീല കല്യാണ മണ്ഡപം. ഞാനടക്കം കല്യാണം നടത്തുന്ന ആൾക്കാർ. ഒരു പെങ്കൊച്ചും ചെറുക്കനും വന്നു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് കെട്ടിക്കോ. മനസ്സിലാകുന്നവർക്കായി ഇവിടെ ഒരു ഭാഗമുണ്ട്. ഒരു പെങ്കൊച്ചും ചെറുക്കനും വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് താഴെ ഇരുത്തും. എന്നിട്ട് പേര് വായിക്കും. ഇന്ന മകൾ ഇന്ന മകൻ വിവാഹ നിശ്ചയം കഴിഞ്ഞവർക്ക് മാത്രം വരാം. കരമുയർത്തുന്നവർക്കായി ഇവിടെ ഒരു നിയമമുണ്ട്. എല്ലാവർക്കും അക്കരെ നാട്ടി പോകാൻ പറ്റത്തില്ല. രക്ഷിതാവിനോട് വിവാഹത്തിന്റെ ആചാരം രക്ഷയിൽ കൂടിയ മാത്രമേ അക്കരെ നാട്ടി കൊണ്ടുപോകത്തുള്ളൂ. കരമുയർത്തുന്നവർക്കായി താഴെ ഏവർക്കും ഇരിക്കാം. പക്ഷെ പെങ്കൊച്ചും ചെറുക്കനും അകത്ത് വരണമെങ്കിൽ ദൈവദാസൻ കുറി വായിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് വരാം. വന്ന ഉടനെ കല്യാണം നടക്കുമോ? പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും കേൾക്കണം. അവർ 2 കൂട്ടരെ. പെങ്കൊച്ചിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു ദൈവദാസൻ, അത് കഴിഞ്ഞിട്ട് പയ്യൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ദൈവദാസൻ. കുഞ്ഞുങ്ങൾ പാടും. ഞാൻ ആ കല്യാണം നടത്താൻ വിളിക്ക് വന്ന് ചെറുക്കനടുത്ത് ആദ്യം ചോദിക്കും, മോനെ നിന്റെ സമീപത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിപ്പാൻ നീ തയ്യാറാണോ? വചനപ്രകാരം ഓരോ ദിവസവും മുൻപോട്ട് ജീവിപ്പാൻ തയ്യാറാണോ? എല്ലാം ചോദിക്കും. പിന്നെ നിന്റെ മൊബൈലിൻ്റെ റേഞ്ച് ഇച്ചിരി കുറയ്ക്കാൻ പറയും. മനസ്സിലാകുന്നവർക്ക് ഇല്ലേ നമുക്ക് തലവേദനയാണ്. അവൻ സമ്മതമാണെന്ന് പറയുമ്പോൾ വീണ്ടും ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് മനുഷ്യനെ ഒരുമിച്ച സംയുക്ത കരത്താൽ നിങ്ങൾ ഒരുമിപ്പിക്കാമെന്ന് പൂർണ്ണ സമ്മതം. അല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയോട് എടുത്ത് വയ്ക്കും. നിന്റെ സമീപത്ത് നിൽക്കുന്ന പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച അബ്രഹാമിന് സാറേ ഇസഹാക്കിന് റബേക്കയെ യാക്കോബിന് റാഹേലിനെ കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കരത്താൽ നീ ഉത്തമ ഭർത്താവായി സ്വീകരിച്ച് കട്ടമെല്ലാം അനത്തി കൊടുക്കാൻ തയ്യാറാണോ? ചെവി കൂടെ പറയും. ഞങ്ങളെപ്പോലുള്ള ഭാഷമാർക്കും കുഴപ്പമുണ്ടാക്കരുത്. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം. ഇത്രയും പറഞ്ഞതിന് ശേഷം അടുത്ത കാര്യം. കുഞ്ഞ് ബൈബിൾ വചനപ്രകാരം അബ്രഹാമിന് സാറ ഇസഹാക്കിന് റബേക്ക ആദമിന് കുടുംബത്തെ ഒരുമിച്ച കരത്താൽ ശ്രോത്രം. ഇത് അവർ ഓക്കെ പറയും. സദസ് കാണും. എന്നിട്ട് പെങ്കൊച്ചിൻ്റെ ചെറുക്കൻ്റെ കൈ പിടിക്കും. കല്യാണം അങ്ങനല്ല നടത്തുന്നത്. പിടിച്ചിട്ട് പറയും 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതെൻ്റെ പൂങ്കാവനത്തിനകത്തിറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച ദൈവ കരത്താൽ ഈ കുഞ്ഞുങ്ങളുടെ ഉഭയസമ്മതം നടത്തി ഞങ്ങളൊരു പുതിയ കുടുംബത്തെ ആശീർവദിക്കുന്നു. കരമുയർത്തുന്ന
മനസ്സിലാകുന്നവർക്കായി അന്നേരമല്ലേ കുഞ്ഞുങ്ങൾ പാടുന്ന ഇന്നീ മംഗല്യ ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ ഉത്തമ സ്ത്രീ. എവിടെ ചിക്കൻകാലി ഇന്ന ശീല കല്യാണ മണ്ഡപത്തേക്ക് മനസ്സിലാകുന്നവർക്കായി. അതിന്റെ പുറകെ അടുത്ത പാട്ട് പുതിയ കുടുംബം വരുമ്പോൾ സോർപൂരമി കരാറിന്മേൽ. എവിടെ കേൾക്കാനാ പെന്തിക്കോസുകാർ ഇതെല്ലാം പോയി സ്വോത്രം. ഈ ചുറ്റൂട്ട മാത്രം കണ്ടാൽ മതി. അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം. അയ്യാ തായെ തകർപ്പര ഇന്ന് കണ്ടോ. വിഭാഗമോ ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്ക തീരാൻ പോവാ. പക്ഷേ ട്രംപ് കരയാൻ തുടങ്ങിയല്ലോ. ട്രംപ് 5-6 കരയാൻ പോവാ. വിഭാഗമോ ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്കയിലെ 51 സ്റ്റേറ്റിലും വിഭാഗമില്ല ഇഷ്ടമുള്ളവർക്ക്. ഇതാണ്ട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിർണായകം. അടുത്തത് കണ്ടോ. ഇതാണ്ട് ഒന്നിച്ച് താമസിക്കാൻ മലയാളി പെൺകുട്ടികൾ ഇതാ കിടക്കുന്നു. വടക്കൻ പരവുകാർ നമ്മുടെ ശരണ്യ ശ്രുതി നാടൻ മലയാളം കാരക്കോണം ഭാഷ പറഞ്ഞ ചോശാമയും ചിന്നമ്മയും കല്യാണം കഴിക്കുന്നു. സ്വോത്രം. അതിന് പേര് വിട്ട് ലെസ്ബിയൻ മാരേജ്. അടുത്തത് കണ്ടോ പറഞ്ഞുതരാം. വിൻസെന്റും ബ്രൂണോയും. ഏറ്റവും നിർണായകമായ ലണ്ടനിലെ പള്ളിയിൽ ഒരു കാലത്ത് LMS മിഷണറിമാർ CSI പാറശാല തിരുവനന്തപുരം എല്ലാം വന്ന ഫ്രാൻസുകാരടക്കം ഇതാ കിടക്കുന്നു. 2 ചെറുപ്പക്കാർ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നു. ഇതിന്റെ പേര് ഗൈ മാരേജ്. അവറാച്ചാൻ തോമാച്ചാൻ. അടുത്ത സ്വർഗ വിഭാഗം ഇതാ കിടക്കുന്നു. ഫ്രാൻസിൽ അംഗീകാരം. ദൈവ മക്കളും ദൈവസഭയും നല്ല പള്ളിയുള്ളിടത്ത് സ്വർഗ വിഭാഗം. ഒരുവൻ വരുന്നതിന് മുമ്പ് ദാണ്ട് സ്വർഗ വിഭാഗത്തിന് US പച്ചക്കൊടി, അമേരിക്കയിൽ പച്ചക്കൊടി സ്വർഗ വിഭാഗം. ദൈവം വെച്ച് ആദമിന് മറ്റൊരാദമല്ല ചായ കൊടുത്ത തക്ക തുണയെ ദൈവം കൊടുത്തു. മാറ്റി നിയമം മാറി, തുണ മാറി, ഇണയായി. കണ്ടില്ലേ ഓസ്ട്രേലിയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സിഡ്നി, മെൽബൺ, അഡ്ലൈഡ് എവിടെ ഉണ്ടെങ്കിൽ ദാണ്ട് സ്വർഗ വിഭാഗം രേഖ സഹിതം ആർക്ക് വേണേലും കൊണ്ടുപോകാം. ഞാൻ പ്രസംഗിച്ചിട്ട് പോയ ഭാഷ പിടിക്കരുത്. അതുകൊണ്ട് രേഖ. അത് കഴിഞ്ഞാൽ കേരളം. 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. ഇന്ന് ഇവിടെ കേൾക്കണം. നമ്മുടെ കാരക്കോണത്ത് ഒരു പെങ്കൊച്ച്. അവള് ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജ് BE പഠിക്കുക. 21 വയസ്സുണ്ട്. അപ്പോൾ വേറൊരു പയ്യൻ പളുകലിൽ നിന്നൊരു പയ്യൻ അതിൻ്റെ അടുത്ത് ഇറച്ചിപ്പാലത്ത് അടുത്ത സെന്റ് ജെയിംസ് കോളേജിൽ അവൻ ME പഠിക്കുക. രണ്ടുപേരും ഭയങ്കര സ്നേഹം. പ്രേമം മൂത്തു. ആവശ്യമില്ലാത്ത പ്രേമത്തിന് പോകരുത് ചെറുപ്പക്കാരാ. പളുകലിലെ രേഷ്മ തന്നോലെ നിനക്ക് കഷായം തരും. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. മര്യാദയ്ക്ക് ജീവിച്ചാൽ നല്ലത്. സന്തോഷമില്ലല്ലോ. അവൻ്റെ ചേട്ടൻ ഷാരോൺ, അവൻ്റെ ചേട്ടൻ എൻ്റെ പ്രസംഗം കേട്ടാ പളികൾ CSI. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പ്രസംഗിച്ച എൻ്റെ തൊട്ടടുത്ത് രേഷ്മമാർ നോക്കിയിരിക്കുക. അതുകൊണ്ട് ബാലിബറോട് ഞാൻ இந்த നാൾക്കളിൽ ഉണ്മയാണ് പേസുകരുത്. കണ്ട പെങ്കൊച്ചുങ്ങളെ തോളെ കൈയിടാൻ പോരുത്. എൻ്റെ കാര്യം പോയി കിട്ടും. മനസ്സിലാകുന്നവർക്കായി. പെങ്കൊച്ചുങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. തേക്കുപാറ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നെയ്യാറ്റിൻകരക്കാരി ഒരു പെങ്കൊച്ചിന് ഒരു പട്ടാളക്കാരൻ കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് JCBക്കകത്ത് കുത്തിത്താത്തു അമ്പൂരി. മനസ്സിലാകുന്നവർക്കായി. കേസ് നടക്കുക തിരുവനന്തപുരം. അതുകൊണ്ട് എൻ്റെ പെങ്കൊച്ച ഐസ്ക്രീം മേടിച്ചു തരാന്ന് പറഞ്ഞ് വാലിബൻ്റെ പുറകെ നീ പോകരുത്. ഉപ്പിയാക്ക് കൊണ്ടിട്ട്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇതൊക്കെ പത്രവാർത്ത തിരുവനന്തപുരം വായിക്കണം. അന്ത്യകാലം. ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. 1 നിന്റെ അപ്പൻ പ്രാർത്ഥിക്കണം. 2 അമ്മ പ്രാർത്ഥിക്കണം. സഭ പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞിനെ ദൈവം കൊണ്ടുവരും. സ്വോത്രം. ഏറ്റവും കൂടുതൽ ഫെയിൽവർ പ്രേമ വിഭാഗമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ആദ്യം പ്രേമിക്കുന്നതിന് വിട്ട് പെണ്ണ് ഉള്ള കാര്യങ്ങളെല്ലാം ചെറുക്കനോട് പറയും. സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറയ്ക്കാൻ കുഴപ്പമില്ല. അത് കല്യാണം കഴിഞ്ഞാൽ ചെറുക്കനും കുറേ കാര്യം പറയും. 2-ാം വർഷം ഇവർ തങ്ങളിൽ പറയുന്ന നാട്ടുകാർ കേൾക്കും. മനസ്സിലാകുന്നവർക്കായി. ഇതിൻ്റെ പേരാ പ്രേമ വിഭാഗം. സ്റ്റോക്ക് പോയി. ദാണ്ട് ഇവർ 2 പേരും പാറശാല കഴിഞ്ഞ് ഒരു ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ 2 പേരും വീട്ടിൽ പറഞ്ഞു കല്യാണം നടത്താൻ. പെങ്കൊച്ചിൻ്റെ തന്ത പറഞ്ഞു നിന്നെ നല്ല ഭാവിക്ക് വേണ്ടിയ കൈക്കൂലിയും കൂടെ കൊടുത്താൽ സൺ എഞ്ചിനീയറിംഗ് ആക്കൽ. ചെറുക്കൻ്റെ തന്ത പറഞ്ഞു നിന്നെ ഞാൻ ME പഠിക്കുന്ന UK വിടാനാ. കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വോത്രം. ഇവർ പാറശാലയിൽ ഒരു വക്കീലിനെ കണ്ടു. 5000 രൂപ വഴിയാധാരമായ ആധാർ. മനസ്സിലാകുന്നവർക്കായി. ആരും പറഞ്ഞില്ല. നെയ്യാറ്റിൻകരയിൽ നിന്നൊരു പേപ്പർ കിട്ടി. ലിവിങ് ടുഗദർ. ഒരു നാൾ കോളേജിൽ പോയ പെൺകുട്ടി വരക്കൂടാതെ പയ്യനും വരക്കൂടാതെ. അവരുടെ മൊബൈൽ 2 പേരും ടവർ തമിഴ്നാട്ടിൽ. ഇന്ത കരമാടിയുടെ തമിഴ് ശബ്ദം കേട്ടപ്പോൾ അപ്പന് പിടി കിട്ടി അവിടെ കണ്ടുണ്ടെന്ന്. സ്വോത്രം. അപ്പൻ ചെന്ന് എവിടെ ചെന്നു? നമ്മുടെ വെള്ളറട വന്നു. വെള്ളറട വന്നപ്പോൾ പോലീസ് പറഞ്ഞു ഇത് നെയ്യാറ്റിൻകര DYSPയുടെ പോകത്തോള്. ഇത് അടുത്ത ബോർഡർ. അപ്പം ചെന്ന് നെയ്യാറ്റിൻകര DYSPയുടെ മോഡൽ നമ്പറൊക്കെ കൊടുത്തു. അദ്ദേഹം പേരൂർക്കട മണ്ണാമൂലയിലോട്ട് മെസ്സേജ് കൊടുത്തു. നോക്കിയപ്പോൾ ഉണ്ടാ മാർത്താണ്ഡത്ത് നിന്ന് താഴെ കരങ്കൽ പോകുന്നിടത്ത് വാടക വീട്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബാക്കി എല്ലാവരും കേൾക്കണം. അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. DYSP പറഞ്ഞു അദ്ദേഹം അടുപ്പായിരുന്നു. രാവിലെ 7 മണിക്ക് വരണം. ഇത് നിങ്ങൾ 8 മണിക്ക് കോളേജിൽ പോകുന്നതിന് വിട്ട് അവിടെ ഇട്ട് പിടിക്കാം. FIR ഇട്ട് നമ്പരും എല്ലാം കൊടുത്ത് നേരെ അവർ അവിടെ ചെന്നു. 8 മണിയായപ്പോൾ പയ്യൻ ഇരുന്ന് ME നോട്ട് എഴുന്നു. പെണ്ണ് ടീ ഉണ്ടാക്കുന്നു. മനസ്സിലാകുന്നവർക്ക്. പയ്യനെ DYSPയും കൂടുള്ള ആൾക്കാരും. അപ്പനും അമ്മയും വാഗണർ കാരണത്ത്. DYSP പറഞ്ഞു മോനെ ഒരു കേസുണ്ട്, നിങ്ങൾ കയറിയേ പറ്റത്തുള്ളൂ. അപ്പം പറഞ്ഞു എതൊക്കെ കേസ്? എന്താ കേസാർ? അപ്പം പറഞ്ഞു ഈ പെങ്കൊച്ച് മിസ്സാ. അപ്പം തന്നത്. ഉടനെ അകത്ത് പോയി താണ്ട ഞാൻ കാണുന്ന പോലെ ഒരു പേപ്പർ നെയ്യാറ്റിൻകര കോടതിയുടെ എടുത്തു കൊടുത്ത് 1 വർഷത്തേക്ക് ലിവിങ് ടുഗദർ. സാറിന് പോകാം. ഉടനെ പെങ്കൊച്ച് തമിഴ് ഭാഷ അയ്യാ
கொஞ்சம் தூரம் வந்திருക്കുന്ന ஒரு ടീയെ സാപ്പിടുങ്ക മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അപ്പോൾ DYSP പറഞ്ഞ അപ്പനോടും അമ്മയോടും നിങ്ങളുടെ മകൾ ടീ ഉണ്ടാക്കുന്ന വരാൻ കുടിക്കാമെന്ന് മനസ്സിലാകുന്നവർക്കായി. ആര് വേണം? പള്ളി വേണ്ട, അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട, ഒന്നും വേണ്ട. DYSP ടീ കുടിച്ച് ചായ തിരിച്ചു. അപ്പനും അമ്മയും വണ്ടി മാറ്റിയപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾ പാടിയോല്ലോ ഒരു അരുമയാണ് പാടലകത്തുനിന്ന് ഉണ്മൈ നമ്പി വന്നേ നബക്ക പാടല മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി ആര് വേണ്ട? അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ഒന്നും വേണ്ട. കല്യാണം ആര് നടത്തും? ദാ കടന്നതോ ഇന്ത്യയിലെ സുപ്രീം കോടതി വരെ ലിവിങ് ടുഗദർ. മലയാളം മച്ചേ അപ്പച്ച. അതുകൊണ്ടാണ് ഞങ്ങളുടെ യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവേ.